ഹലോ, ദിസ് ഈസ് യശാദ് അലി. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ക്വസ്റ്റ്യൻസ്. നമ്മൾ ലാസ്റ്റ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ സെക്ഷൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞ് ആ സെപ്പറേറ്റ് വീഡിയോ ആണിത്. നമുക്ക് ഏകദേശം ഒരു 12 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ടാവും. ടോട്ടൽ 12 ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ടാവും ഏകദേശം. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള 12 ക്വസ്റ്റ്യൻ. ഈ കമ്പൈലറിൽ ഏകദേശം ഒരു 28 സംതിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 12 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും. ബാക്കിയൊക്കെ സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും പിന്നെ കുറച്ച് ടോട്ടൽ ഇൻകം റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ഏരിയാസ് കവർ ചെയ്യാതെ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഓൾമോസ്റ്റ് വരുന്ന രീതിയിലുള്ള എക്സാം ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളിവിടെ സോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈസി ക്വസ്റ്റ്യൻ ടഫ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 ഇറ്റ്സ് ആൻ ഈസി ക്വസ്റ്റ്യൻ. നോക്കാം. സ്റ്റേറ്റ് യെസ് ഓർ നോ പറഞ്ഞാൽ മതി. വെദർ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ ക്യാൻ ബി ട്രീറ്റഡ് ആസ് ഇൻകം ഡീം ടു അക്രോ റൈസ് ഇൻ ഇന്ത്യ. ഇൻകം ഡീം ടു അക്രോ റൈസ് ഇൻ ഇന്ത്യ ആണോ, സെക്ഷൻ 9 സാധനമാണോ അല്ലേ എന്നുള്ളത് യെസ് ഓർ നോ പറയാം. ഓക്കെ. ഹയർ ചാർജസ് പെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഫോർ ദ യൂസ് ഓഫ് മെഷീനറി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. ക്യാപിറ്റൽ അസറ്റ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള ഒരു അസറ്റ് പ്രോപ്പർട്ടി ഇന്ന് കിട്ടുന്ന ഒരു ഹയർ ചാർജസ് ഇൻകം ഡീം ടു അക്രോ റൈസ് ഇൻ ഇന്ത്യ ആണ്. സോ യെസ്. ഇൻകം ഓഫ് എ നോൺ റെസിഡന്റ് ആൻഡ് നോൺ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഫ്രം ഷൂട്ടിംഗ് ഓഫ് സിനിമാറ്റോഗ്രാഫി ഫിലിം ഇൻ ഇന്ത്യ. ഇത് അല്ലല്ലോ അവിടെ പറയുന്നുണ്ട്, എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഷൂട്ടിംഗ് ഓഫ് സിനിമാറ്റോഗ്രാഫി ഫിലിംസ് എന്ത് ചെയ്തിട്ടുണ്ട്, നോൺ റെസിഡന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ, അത് സിറ്റിസൺ ഓഫ് ഇന്ത്യ അല്ലാത്ത ഒരാൾ ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഇൻകം ഡീം ടു അക്രോറീസ് ഇൻ ഇന്ത്യ അല്ല എന്ന് നമ്മളെ സെക്ഷൻ 9 നമ്മൾ പഠിച്ചിരുന്നു. ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ത്രൂ എ ട്രാൻസ്ഫർ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ, ദ പ്ലേസ് ഓഫ് രജിസ്ട്രേഷൻ ആൻഡ് പ്ലേസ് ഓഫ് കൺസിഡറേഷൻ ബീങ് ഔട്ട്സൈഡ് ഇന്ത്യ. ട്രാൻസ്ഫർ ഓഫ് എവിടുത്തെ പ്രോപ്പർട്ടിയാണ്, ഇന്ത്യയിലെ പ്രോപ്പർട്ടി അല്ലേ. സോ എന്താ വരിക, ഇൻകം ഡീം ടു അക്രോറീസ് ഇൻ ഇന്ത്യ. അലവൻസസ് പെയ്ഡ് ബൈ ഗവൺമെന്റ് ടു സിറ്റിസൺ ഓഫ് ഇന്ത്യ ഫോർ സർവീസസ് റെന്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇത് രണ്ട് രീതിയിൽ ആൻസർ ചെയ്താൽ, കാരണം അലവൻസസ് ആക്ച്വലി ഇൻകം ഡീം ടു അക്രോറൈസ് ഇൻ ഇന്ത്യയാണ്. പക്ഷെ അതിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സംപ്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ യെസ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ആൻസർ ചെയ്താൽ, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആൻസർ ആയിട്ട് നോ, ഇത് ഇൻകം ഡീം ടു അക്രോറൈസ് ഇൻ ഇന്ത്യ അല്ല, കാരണം ഇത് എക്സംപ്റ്റ് ആയതുകൊണ്ടാണ് എന്നുള്ള റീസൺ പറഞ്ഞിട്ട് എഴുതാം. ഇത് രണ്ട് ചെയ്താലും പ്രശ്നമില്ല. ആൾട്ടർനേറ്റീവ് ആൻസർ എന്ന് പറഞ്ഞിട്ട് മറ്റത് എഴുതാം, രണ്ടും എഴുതാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പം അറിയാം അലവൻസസ് ആണ്. സാലറി ആണെന്നുണ്ടെങ്കിൽ ഇൻകം ഡീം ടു അക്രോറൈസ് ഇൻ ഇന്ത്യയാണ്. പക്ഷെ അലവൻസ് ആയതുകൊണ്ട് ഇൻകം ഡീംഡ് ടു അക്രോറൈസ് ഇൻ ഇന്ത്യൻ ആണ്. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് എക്സംപ്റ്റും ചെയ്തിട്ടുണ്ട്. പാസ്റ്റ് പീരിയഡ് ഫോറിൻ അൺടാക്സ്ഡ് ഇൻകം ബ്രോട്ട് ടു ഇന്ത്യ ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ. ഒരു പാസ്റ്റ് പീരിയഡ്, അത് നമ്മൾ ഇന്നലെ പഠിച്ചിരുന്ന ആ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ഇതിൽ പാസ്റ്റ് പീരിയഡ് ഇൻകം എന്തല്ല, ടാക്സ് ചെയ്യൂല. ഇൻകം ഡീം ടു അക്രോറൈസ് ഇൻ ഇന്ത്യ അല്ല. ഗിഫ്റ്റ് റിസീവ്ഡ് ബൈ നോൺ റെസിഡന്റ് ഓൺ ദ ഒക്കേഷൻ ഓഫ് ഹിസ് വെഡിങ്. വെഡിങ്ങിൽ റിസീവ് ചെയ്ത ഗിഫ്റ്റ് ആണ്, ഇന്ത്യയിലാണ് നടന്നത്, പക്ഷേ നോൺ റെസിഡന്റ് ആണ്, എന്തല്ല, ടാക്സ് ചെയ്യൂല. ദാറ്റ്സ് ഓൾ. ഇൻകം ഡീം ടു അക്രോറൈസ് ഇൻ ഇന്ത്യ അല്ല. ആണോ അല്ലേ എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം, നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചോദിക്കാം. സോ 1 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്. ബാക്കി 11 ക്വസ്റ്റ്യൻസ് ആർ റിമൈനിങ്. ഓക്കെ, നമ്മൾ വലിയ വലിയ ക്വസ്റ്റ്യനിലോട്ടൊക്കെ പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3, ഡിസ്കസ് ദി ടാക്സബിലിറ്റി ഓഫ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ ഗിവിംഗ് റീസൺസ് ഇൻ ദ ലൈറ്റ് ഓഫ് റെലവൻറ്റ് പ്രൊവിഷൻ ഫോർ യുവർ കൺക്ലൂഷൻ. ഇപ്പോൾ താഴെയുള്ളതിൻ്റെ ട്രാൻസാക്ഷൻ്റെ ഒരു ടാക്സബിലിറ്റിയാണ് ചോദിക്കുന്നത് കേട്ടോ. ടാക്സബിലിറ്റി. ഓക്കെ. മിസ്റ്റർ പ്രഥം, എ നോൺ റെസിഡന്റ് ഇൻ ഇന്ത്യ, കീസ് എൻ ആർ ഐ, നോൺ റെസിഡന്റ് ആണ്, റിസീവ്ഡ് എ സം ഓഫ് റുപ്പീസ് 1,14,000 ഫ്രം മിസ്റ്റർ രാകേഷ്, എ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്. ഒരു RORന്റെ അടുത്തുനിന്ന് ഒരു 1,14,000 രൂപ ഒരു NR ആയിട്ടുള്ള പ്രാതത്തിന് കിട്ടി. ദ എമൗണ്ട് വാസ് പെയ്ഡ് ടു പ്രാതം ഓൺ അക്കൗണ്ട് ഓഫ് ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ടു യൂസ് ദി മാനുഫാക്ചറിംഗ് പ്രോസസ് ഡെവലപ്ഡ് ബൈ പ്രാതം. ദാറ്റ് മീൻസ് റോയൽറ്റി അല്ലേ ഇതിൻ്റെ അർത്ഥം. ഒരു മാനുഫാക്ചറിംഗ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് കൊടുക്കുക, റോയൽറ്റി. അപ്പോൾ റോയൽറ്റിയാണ് കൊടുത്തത് നമ്മുടെ ഇത് രീതിയിൽ, റോയൽറ്റി. ഓക്കെ. റോയൽറ്റി ആരാർക്കാ പേ ചെയ്യുന്നത്, രാകേഷ് ആണ് പേ ചെയ്യുന്നത്. ആരാണ് റെസിപ്പിയൻറ്റ്, ഇവിടെ പ്രഥമാണ് റെസിപ്പിയൻറ്റ്. ഓക്കെ, അപ്പോൾ പ്രഥത്തിനാണ് ഇൻകം, രാകേഷിന് എക്സ്പെൻസ് ആണ്. ഓക്കെ. The manufacturing process was developed by Mr. Pratham in Singapore and Mr. Rakesh uses such a process for his business and carried on by him Dubai. അതായത് പ്രഥം ഈ സാധനം ഉണ്ടാക്കിയിട്ടുള്ളത് സിംഗപ്പൂരിലാണ്. ഈ രാകേഷ് എന്ന് പറയുന്ന ആളത് യൂസ് ചെയ്യുന്നത് ദുബായിലാണ്, ബിസിനസ് ദുബായിലാണ്. സോ ദുബായിലാണ് ഈ റോയൽറ്റീൻ്റെ ഈ സാധനം മാനുഫാക്ചറിങ് പ്രോസസ്സ് യൂസ് ചെയ്തത്. അപ്പോൾ ഇത് ഇന്ത്യയിൽ ടാക്സ് ചെയ്യുമെന്ന് ചോദിക്കുന്നത്. ഈ കിട്ടുന്ന പ്രഥത്തിന് കിട്ടുന്ന ഈ ഒരു 1,14,000 ഉണ്ടല്ലോ, അത് രാകേഷ് കൊടുക്കുന്ന 1,14,000 NRI ആയിട്ടുള്ള പ്രഥത്തിന് ഇന്ത്യയിൽ ടാക്സ് ചെയ്യുമെന്ന് ചോദിക്കുന്നത്, റോയൽറ്റി. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, റോയൽറ്റിയുടെ കേസിൽ ഗവൺമെന്റ് ആണ് പേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വിൽ ബി ടാക്സബിൾ ഇൻ ഇന്ത്യ. ഇന്ത്യൻ ഗവൺമെന്റ് ആണ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻകം ഡീം ടു അക്രോറീസ് ഇൻ ഇന്ത്യ ആണ്, വിൽ ബി ടാക്സബിൾ ഇൻ ഇന്ത്യ. പിന്നെ ഒരു റെസിഡന്റ് ആണ് പേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ കേസിൽ ഇപ്പോൾ റെസിഡന്റാണ് പേ ചെയ്യുന്നത്, ശരിയല്ലേ, ഒരു ഇന്ത്യൻ റെസിഡന്റ് ആണ് പേ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കണം അത് വെദർ അത് ഇന്ത്യയിലാണ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്, ഔട്ട്സൈഡ് ഇന്ത്യ ആണോ. ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഔട്ട്സൈഡ് ഇന്ത്യ എന്നുണ്ടെങ്കിൽ ഇൻകം ഡീം ടു അക്രോറീസ് ഇൻ ഇന്ത്യ ആവില്ല. ഇത് ആ പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇൻഡസ്ട്രിയിലും അതെ പ്രൊഫഷണൽ സർവീസസിലും പ്രൊഫഷണൽ ടെക്നിക്കൽ സർവീസസിലും അതുപോലെ തന്നെ ഈ റോയൽറ്റിയിലും സെയിം പാറ്റേൺ ആണ്. ഓക്കെ, ഇന്ത്യയിൽ യൂസ് ചെയ്യണം. ഇത് ഇന്ത്യയിലാണോ യൂസ് ചെയ്യുന്നത് ഈ രാകേഷ് എന്ന് പറഞ്ഞ ആൾ, അല്ല, ദുബായിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഇത് എന്തല്ല, ഇൻകം ഡീം ടു അക്രോ റൈസ് ഇൻ ഇന്ത്യ അല്ല.
അതിൻ്റെ ടാക്സബിലിറ്റി അപ്പോൾ എന്താ പറയുന്നത്, ഇവിടെ അത് ടാക്സബിൾ അല്ല, കാരണം അത് ഔട്ട്സൈഡ് ഇന്ത്യയാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ. സെക്ഷൻ 9ലാണ് അത് പറയുന്നത്. സബ്സെക്ഷൻ ഓർമ്മയില്ല, സെക്ഷൻ 9 ഇവിടെ ഉണ്ട്. സെക്ഷൻ 9 സബ്സെക്ഷൻ 1, സബ്സെക്ഷൻ ഓർമ്മ ഉണ്ടോ ഒന്ന്, പക്ഷേ ക്ലോസ് 6b. ഓക്കെ, so question number 3 completed. Next question number 4. Sagar, a chartered accountant, is presently working in a firm in India. Okay, he's working in a firm in India. Chartered accountant. He has received an offer for the post of chief financial officer from a company at New York. ഇയാൾക്ക് ന്യൂയോർക്കിൽ ഒരു പുതിയ ഓഫർ കിട്ടി, CFO ആയിട്ട്. As per the offer letter, he should join the company at any time between 1st September 2024 and 31st October 2024. അതായത് ഇയാളോട് പറഞ്ഞ് അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം, ബിറ്റ്വീൻ ഏത് ഡേറ്റ്, 1 സെപ്റ്റംബർ തൊട്ട് 31 ഒക്ടോബറിൻ്റെ ഉള്ളിൽ എപ്പോൾ വേണമെങ്കിലും അയാൾക്ക് ന്യൂയോർക്കിൽ ജോയിൻ ചെയ്യാം. ഹി അപ്രോച്ചസ് യു ഫോർ യുവർ അഡ്വൈസ് ഓൺ ദി ഫോളോയിങ് ഇഷ്യൂ ടു മിറ്റിഗേറ്റ് ഹിസ് ടാക്സബിലിറ്റി ഇൻ ഇന്ത്യ. അതായത് നമ്മളെടുത്ത് അപ്രോച്ച് ചെയ്തു, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് നമ്മളെടുത്ത് അപ്രോച്ച് ചെയ്യുന്നത്. ദ ലെവൽ ഓഫ് CMA ഈസ് ഹൈ. ഓക്കെ ദെൻ ഫോളോയിങ് ഇഷ്യൂസ് ടു മിറ്റിഗേറ്റ് ഹിസ് ടാക്സ് ലയബിലിറ്റി ഇൻ ഇന്ത്യ. ഒന്ന് ചോദിച്ചത് എന്നാണ് അയാൾ ലീവ് ചെയ്യേണ്ടത്, ഡേറ്റ് ബൈ വിച്ച് ഹി ഷുഡ് ലീവ് ഇന്ത്യ ടു ജോയിൻ ദി കമ്പനി. എന്നാണ് അയാൾ ഇവിടുന്ന് നാട് വിട്ട് പോകേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. എന്നാ പോകേണ്ടത്, 1 സെപ്റ്റംബർ ടു 31 ഒക്ടോബർ ഒരു സമയമുണ്ട്, എന്നാണ് ഞാൻ പോകേണ്ടത്, അതാണ് ഒരു ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരം നമുക്ക് ആലോചിക്കാം. അതായത് ഇപ്പം ഒരാൾ ROR ആണെന്നുണ്ടെങ്കിൽ വോൾ വേൾഡ് ഇൻകം ഈസ് ടാക്സിബിൾ ഇൻ ഇന്ത്യ. അതായത് ഫോറിൻ ഇൻകം എല്ലാ ഇൻകം ടാക്സിബിൾ ആണ് ഇന്ത്യയിൽ. ഒരാൾ നോൺ റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഇൻകം മാത്രമേ ടാക്സിബിൾ ആവുള്ളൂ. RBNO സെയിം ടൈപ്പ് ഓഫ് സിറ്റുവേഷൻ ആണ്. അപ്പം ഇയാള് സാഗർ എന്ന് പറയുന്ന ആള് മുമ്പത്തെ പ്രീവിയസ് ഹിസ്റ്ററി ഒന്നും ഇവിടെ തന്നിട്ടില്ല. സോ ഡെഫിനറ്റ്ലി ഈ വിൽ ബി എ റെസിഡന്റ് ആൻഡ് ഈ വിൽ ബി എൻ ROR. ഓക്കെ, അപ്പോൾ ഇയാള് റെസിഡന്റ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ന്യൂയോർക്ക് പോകാന്നുണ്ടെങ്കിൽ ന്യൂയോർക്കിൽ കിട്ടുന്ന ഇൻകം വിൽ ബി ടാക്സബിൾ ഇൻ ഇന്ത്യ, ശരിയല്ലേ? കാരണം ROR ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇയാളെ NR ആക്കാൻ പറ്റുമോ എന്ന് നോക്കണ്ടേ. അല്ല, നമ്മൾ ടാക്സ് കൺസൾട്ടൻസ് അല്ലേ, നമ്മൾ പറഞ്ഞു കൊടുക്കല്ലേ NR ആക്കാൻ പറ്റുമോ നോക്കുന്നത്. അപ്പം അവിടെ വേറൊരു പ്രൊവിഷനും കൂടി ഉണ്ട് ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ. അത് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. അതായത് നമ്മളിപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലെ കണ്ടീഷൻ നോക്കൽ രണ്ടെണ്ണം ആദ്യം നോക്കുക. 182 ഡേയ്സിൻ്റെ കണ്ടീഷനും 60 + 365ൻ്റെ കണ്ടീഷനും. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു പോയിന്റ്, ഒരു ഔട്ട്സൈഡ് ഇന്ത്യയിലോട്ട് എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 182 ഡേയ്സിൻ്റെ കണ്ടീഷൻ മാത്രമേ അയാൾക്ക് ചെക്ക് ചെയ്യുള്ളൂ എന്നുള്ളൊരു പ്രൊവിഷൻ. അതായത് 60 + 365 അയാൾക്ക് എന്ത് ചെയ്യില്ല, ചെക്ക് ചെയ്യില്ല. 182 ഡേയ്സിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ അയാൾ റെസിഡൻ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ അയാൾ ഡയറക്റ്റ്ലി നോൺ റെസിഡൻ്റ് ആവും. ഓക്കെ, അപ്പോൾ ഈ സാഗർ എന്ന് പറയുന്ന ആൾ പ്രീവിയസ് ഇയർ 2024-25 നോൺ റെസിഡൻ്റ് എപ്പോഴാവുക, 182 ഡേയ്സിൻ്റെ താഴെയാണ് അയാളുടെ ഇന്ത്യയിലെ സ്റ്റേ എന്നുണ്ടെങ്കിൽ ഹി വിൽ ബി എ നോൺ റെസിഡൻറ്റ്. 182 ഡേയ്സിൻ്റെ മുകളിലാണ് അയാൾ സ്റ്റേ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹി വിൽ ബി എ റെസിഡൻറ്റ്. റെസിഡൻ്റ് ആയി കഴിഞ്ഞാൽ ന്യൂയോർക്കിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് ന്യൂയോർക്കിൽ നിന്ന് കിട്ടുന്ന ഇൻകം വിൽ ബി ടാക്സബിൾ ഇൻ ഇന്ത്യ. നോൺ റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതുവരെ ഇന്ത്യയിൽ എത്രയാണ്, പോകുന്നവരെ എത്രയാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വരുമാനം, അതിന് മാത്രം ഇന്ത്യയിൽ ടാക്സ് കൊടുത്താൽ മതി. ന്യൂയോർക്കിൽ നിന്ന് കിട്ടുന്നതിന് ടാക്സ് കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ അഡ്വൈസ് ചെയ്യേണ്ട എന്താ, എപ്പോൾ വേണമെങ്കിലും പോയിക്കോന്നാണോ? അല്ല, 182 ഡേയ്സിൻ്റെ താഴെ വരുന്ന ആ ഡേറ്റിൻ്റെ ഉള്ളിൽ വേണം പോവാൻ. അതാണ് നമ്മൾ അഡ്വൈസ്. അപ്പോൾ ഏതാണ് ആ ഡേറ്റ്? സോറി. അപ്പോൾ ഏതാണ് ആ ഡേറ്റ്? അതൊന്ന് സിമ്പിളാണ്. അതായത് 182 ഡേയ്സ് കറക്റ്റ് ആവുന്ന എപ്പോഴാണ് നോക്കിക്കേ. അപ്പോൾ 182 ഡേയ്സ് കറക്റ്റ് ആവുന്ന എപ്പോഴാണ് നോക്കാം. 30 ഡേയ്സ് ഇൻ ഏപ്രിൽ, 31 ഇൻ മെയ്, 30 ഇൻ ജൂലൈ, 31 ഇൻ ഓഗസ്റ്റ്, 30 ഇൻ സെപ്റ്റംബർ. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 30 + 31 + 30 + 31 + 122 തന്നെ ഇവിടെ വരെ കറക്റ്റ് അല്ലേ? ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ്, 153. ഓഗസ്റ്റ് 31 വരെ ടോട്ടൽ ഡേയ്സ് കൗണ്ട് ചെയ്യുമ്പോൾ 153 ആയി. ഇനി ബാക്കിയുള്ളത് 182 ഡേയ്സിന് എത്രയാ? 29 ഡേയ്സാണ്. അതായത് 29th ഡേ ആകുമ്പോൾ 182 ഡേയ്സ് ഇവിടെ കംപ്ലീറ്റ് ആവും. അതായത് സെപ്റ്റംബർ 29.
അപ്പോൾ ഇയാൾ എന്നാ പോകണ്ടേ? സെപ്റ്റംബർ 28 എന്തായാലും കേസിലാവുക. മാക്സിമം സെപ്റ്റംബർ 29 കടന്നു കഴിഞ്ഞാൽ ഇയാൾ ഹി വിൽ ബി എ റെസിഡന്റ്. കാരണം 180 ഡേയ്സ് സ്റ്റേ ഇൻ ഇന്ത്യ. അപ്പം 180 ഡേയ്സ് സ്റ്റേ ഇൻ ഇന്ത്യ അവോയ്ഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? സെപ്റ്റംബർ 28 അയാൾ എന്ത് ചെയ്യുക? ഔട്ട്സൈഡ് ഇന്ത്യയിലോട്ട് പോകാം. അപ്പോൾ അയാൾ പർപ്പസ് എംപ്ലോയ്മെന്റ് ആയതുകൊണ്ട് തന്നെ അയാളുടെ കണ്ടീഷൻ 180 ഡേയ്സിന്റെ കണ്ടീഷൻ നോക്കുമ്പോൾ അയാൾ 180 ഡേയ്സിന്റെ താഴെയാണ് ഇന്ത്യയിൽ നിന്നിട്ടുള്ളത്. ഹി വിൽ ബി എ നോൺ റെസിഡന്റ് ആൻഡ് ഇന്ത്യൻ ഇൻകം മാത്രം അയാൾക്ക് ടാക്സ് ചെയ്താൽ മതി. നോൺ റെസിഡന്റ് അതായത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഇൻകം അയാൾ എന്ത് ചെയ്യേണ്ട? ആ വർഷം ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മൾ അഡ്വൈസ്. ഇവിടെ ആൻസർ യെസ്, സെപ്റ്റംബർ 28 പോകാൻ വേണ്ടി പറഞ്ഞു. ആൻസർ നിങ്ങൾ വായിച്ചു നോക്കണേ, ഞാൻ വായിക്കുന്നില്ല. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് മാനേജബിൾ, റൈറ്റ്? മാനേജബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി ചോദിക്കുക വാട്സപ്പിൽ. ഐ വിൽ ബി ഹാൻഡ്ലിംഗ് ദി ഡൗട്ട്സ്, നോ ഇഷ്യൂസ്. ഓക്കെ, ഓക്കെ. Next question, sub question. Direct credit of part of his salary to his bank account in Delhi, maintained jointly with his mother to meet requirement of his family. അതായത് ഇപ്പൊ അയാൾ എന്നാ ലീവ് ചെയ്യേണ്ടി എന്നുള്ള ഉത്തരം നമ്മൾ പറഞ്ഞു. ഇനി ഈ സാലറി ഇല്ലേ, അതായത് ന്യൂയോർക്കിൽ കിട്ടുന്ന സാലറിയുടെ ഒരു പാർട്ടും ഡയറക്റ്റ്ലി എങ്ങോട്ടാണ് അയക്കുന്നത്, അതായത് ഡയറക്റ്റ്ലി റിസീവ് ചെയ്യുന്നത് ഇന്ത്യൻ അക്കൗണ്ടിലേക്കാണ്. ഒരു ബാങ്ക് അക്കൗണ്ട്, ഡൽഹിയിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ട്, മദർ ജോയിന്റ് അക്കൗണ്ട്, മദറുമായിട്ടുള്ള ജോയിന്റ് അക്കൗണ്ടിലേക്കാണ് ഡയറക്റ്റ്ലി ക്രെഡിറ്റ് ആവുന്നത്. അപ്പോൾ അത് ഇന്ത്യയിൽ ടാക്സ് ചെയ്യുമോ? യെസ്, റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ടാക്സ് ചെയ്യപ്പെടും. സോ അത് ഇന്ത്യയിൽ റിസീവ് ചെയ്യാൻ പാടുണ്ടോ? ഇന്ത്യയിൽ റിസീവ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ അതായിരിക്കണം ഇതിൻ്റെ ഉത്തരം. ഓക്കെ, സോ അയാൾ ഡയറക്റ്റ്ലി റിസീവ് ചെയ്യാൻ പാടില്ല. അയാൾ എന്ത് ചെയ്യണം? അവിടെ റിസീവ് ചെയ്തിട്ട് ഇങ്ങോട്ട് റെമിറ്റ് ചെയ്യുക. ഡയറക്റ്റ്ലി ഇന്ത്യൻ അക്കൗണ്ടിലേക്ക് റിസീവ് ചെയ്യരുത്. ഇന്ത്യൻ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ വിൽ ബി ആൻ ഇന്ത്യൻ ഇൻകം. സോ അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്യണം? അവിടെ ന്യൂയോർക്കിൽ റിസീവ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും എന്ത് ചെയ്യുക, ഇങ്ങോട്ട് റിമിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ്ലി അയാൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇന്ത്യയിലോട്ട് ഇന്ത്യൻ അക്കൗണ്ടിലോട്ട് സാലറി റിസീവ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ദാറ്റ് ഈസ് ദി ആൻസർ. ഇതിൻ്റെ ആൻസർ നിങ്ങൾ നല്ലോണം ഒന്ന് വായിച്ചു നോക്കണേ. ആ പ്രസൻറ്റേഷൻ എങ്ങനെയാണെന്നുള്ളത്. പ്രസൻറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന്. കാരണം അവിടെ ആ പ്രൊവിഷൻ നമ്മൾ എഴുതണം. ആ പ്രൊവിഷൻ വെച്ചിട്ട് നമ്മൾ അനാലിസിസ് നടത്തിയിട്ടുള്ള ഒരു സാധനം എഴുതണം. അതാണിത്. ഓക്കെ, ആ പ്രൊവിഷനാണിത്. സെക്ഷൻ നമ്പർ കോട്ട് ചെയ്യാനൊക്കെ നല്ലതാണ്. ഇവിടെ ഉണ്ട്, ഇവിടെ സെക്ഷൻ നമ്പർ കോട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇവൻ ദോ യു ക്യാൻ കോട്ട്. ഇനി കോട്ട് ചെയ്തില്ലെങ്കിലും വലിയ എന്തില്ല, പ്രശ്നമില്ല. കാരണം നമ്മുടെ ഓടി സെക്ഷൻ കോട്ട് ചെയ്തിട്ടില്ല. സോ ഇന്റർ ലെവലിൽ സെക്ഷൻ കോട്ട് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല. യു ക്യാൻ ജസ്റ്റ് പ്രൊവൈഡ് ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട്. ഓക്കെ, ഈ സെക്ഷൻ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്ട്രാ ഒരു പോയിന്റ് ആണ്. ഇനും അത് കോട്ട് ചെയ്യുന്ന ഇപ്പോൾ ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട് സെക്ഷൻ 5 ആയിട്ട്. പക്ഷെ അങ്ങനെ കോട്ട് ചെയ്യണമെങ്കിൽ കോട്ട് ചെയ്യാം. ഇപ്പോൾ മേലത്തേലൊന്നും കോട്ട് ചെയ്തിട്ടില്ല. കോട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ തെറ്റരുത്. കോട്ട് ചെയ്തിട്ട് ആ കോട്ട് ചെയ്യുന്നത് തെറ്റരുത്. ഓക്കെ, തെറ്റിക്കഴിഞ്ഞാൽ എൻറ്റയർലി ആൻസർ ഒന്നും കിട്ടൂല. ഓക്കെ, സോ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 5. ഓക്കെ, മിസ്റ്റർ ജയ്ചന്ദ് ലെഫ്റ്റ് ഇന്ത്യ ഫോർ എംപ്ലോയ്മെന്റ് ഇൻ കൺട്രി എക്സ് ഓൺ 5th June 2015. ഇയാൾ കൺട്രി എക്സിലോട്ട് പോയി എംപ്ലോയ്മെന്റിനെ പോയത് 5th June 2015 ആണ് പോയത്. He regularly visited India and stayed for 60 days in every previous year. ഇയാൾ എല്ലാ വർഷവും ഇന്ത്യയിൽ വരും, 60 ദിവസം നിൽക്കും, പോകും. However, in the financial year 2024-25, he did not come to India. 2024-25 അയാൾ ഇന്ത്യയിലോട്ട് വന്നിട്ടില്ല. He owns a commercial building in Delhi which is let out. അയാൾ അടുത്തൊരു ബിൽഡിംഗ് ഉണ്ട് ലെറ്റ് ഔട്ടിനോടത്ത് ഡൽഹിയിൽ. He has also set a retail store in India which is controlled by his brother from India. അയാൾക്കൊരു റീറ്റെയിൽ സ്റ്റോർ ഇന്ത്യയിലുണ്ട്. ബ്രദറാണ് കൺട്രോൾ ചെയ്യുന്നത്, പക്ഷേ ഇയാളുടെ പേരിലാണ്. He provides the following information to you regarding his income. താഴെ പറയുന്ന അയാളുടെ ഇൻകം തന്നിട്ടുണ്ട്, ഓരോന്നിനുള്ള ഇൻകം ഏതൊക്കെ. അവിടെ നിൽക്കട്ടെ, നമ്മൾ ചോദ്യം എന്താ നോക്കട്ടെ. ഡിറ്റർമൈൻ ദി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് മിസ്റ്റർ ജയ്ചന്ദ് ഫോർ അസസ്മെന്റ് ഇയർ 2025-26. ഇയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാണുക. വാട്ട് ഇഫ് യുവർ ആൻസർ ചേഞ്ച് ഇഫ് ഈസ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നടക്കട്ടെ. അപ്പം അതേപോലെ ടാക്സ് റെജീം നോക്കുന്നുണ്ട്. ഓക്കെ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാണാനേ പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് സെക്ഷൻ 6 അനുസരിച്ച് നോക്കണ്ടേ. നോക്കുമ്പോൾ അവിടെ പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഇന്ത്യയിലുണ്ടോ, ഓർ 60 + 65 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ശരിയല്ലേ? അയ്യോ, ഓക്കെ. അപ്പോൾ ഇയാള് നോക്കണേ 2024-25 ഇന്ത്യയിൽ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം നോക്കാനില്ല. കാരണം പ്രീവിയസ് ഇയറിൽ ഒന്നെങ്കിൽ 182 ഡേയ്സ് അല്ലെങ്കിൽ 60, രണ്ടും നോക്കാനുള്ള കഴിഞ്ഞ വർഷം ഒന്നും വന്നിട്ടില്ലല്ലോ. പ്രീവിയസ് ഇയറിൽ ഒന്നുമില്ല. സോ ഡെഫിനറ്റ്ലി നമുക്ക് ഒറ്റയടിക്ക് പറയാം ഈസ് എ നോൺ റെസിഡന്റ്. ശരിയല്ലേ? കാരണം
സെക്ഷൻ 6 നമ്മൾ ആ പ്രൊവിഷൻ നോക്കുമ്പോൾ പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടോ? ഇല്ല. ഞാൻ അടുത്ത കണ്ടീഷൻ 60 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടോ? 60 ഡേയ്സും ഇല്ല. തീരെ വന്നിട്ടേ ഇല്ല. 2024-25 ഇന്ത്യയിൽ വന്നിട്ടേ ഇല്ല. പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ ഇല്ല. സോ ആ കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ആവുന്നില്ല. പക്ഷേ വേറൊരു സാധനം കൂടി നമ്മൾ നോക്കണം ശരിക്കും. കാരണം അതിനൊരു പോയിന്റ് ഇവിടെ എക്സ്ട്രാ ഇവിടെ പറയുന്നുണ്ട്. അതാണ് ഈ പോയിന്റ്. കൺട്രി എക്സ് ഡസ് നോട്ട് ടാക്സ് എനി ഇൻഡിവിജ്വൽ ഓൺ ദെയർ ഇൻകം ആസ് ദർ ഈസ് നോ പേഴ്സണൽ ഇൻകം ടാക്സ് റെജിം ദർ. അതായത് ഇയാൾ കൺട്രി എക്സിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. ഈ കൺട്രി എക്സിന് ഒരു പ്രത്യേകത ഉണ്ട്. അവിടെ എന്തില്ല? ടാക്സ് ഇല്ല. നോ പേഴ്സണൽ ഇൻകം ടാക്സ്. അവിടെ പേഴ്സണൽ ഇൻകം ടാക്സ് ഇല്ല. അപ്പൊ അയാൾ അവിടെ ടാക്സ് അടക്കുന്നില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അയാൾ കൺട്രി എക്സിൽ താമസിക്കുന്നത് അവിടെ ടാക്സ് ഒന്നും അടക്കാതെ ഇങ്ങനെ സുഖിച്ച് ജീവിക്കുകയാണ്. ഓക്കെ, ഈ പോയിന്റ് തന്നതിന് ഒരു റെലവൻസ് ഉണ്ട്. നമ്മളൊരു സാധനം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡീംഡ് റെസിഡന്റ്, സെക്ഷൻ 6 സബ്സെക്ഷൻ 1A. ഡീംഡ് റെസിഡന്റ്, ഡീംഡ് റെസിഡന്റ് എന്നുള്ളൊരു പ്രൊവിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, സെക്ഷൻ 6 സബ്സെക്ഷൻ 1A. അതിന്റെ പോയിന്റ് എന്താ? ഒരാൾ ഇന്ത്യൻ സിറ്റിസൺ, പ്രത്യേകം അവിടെ പറയുന്നുണ്ട് ഇന്ത്യൻ സിറ്റിസൺ എന്ന്. ഇന്ത്യൻ സിറ്റിസൺ ആണ്, അയാൾക്ക് ഇന്ത്യൻ ഇൻകം, ഇന്ത്യൻ എന്നുള്ള ഫോറിൻ സോഴ്സ് അല്ലാത്ത ഇന്ത്യൻ ഇൻകം മാത്രം 15 ലാക്ക് എക്സീഡും ചെയ്തിട്ടുണ്ട് വെച്ചാൽ അയാൾ വേറെ എവിടെയും ടാക്സും അടക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ ഇന്ത്യൻ റെസിഡന്റ് ആയിട്ട്, ഡീംഡ് റെസിഡന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അയാൾ എപ്പോഴും എന്തായിരിക്കും? RBNOR ആയിരിക്കും എന്നുള്ളൊരു പോയിന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ പോയിന്റ് ഇവിടെ ഹിറ്റ് ചെയ്യുമെന്ന് നമ്മൾ നോക്കേണ്ടി വരും പിന്നെ. കാരണം അതിനാണ് ഈ പോയിന്റ് തന്ന ഹിന്റ് തന്നത്. ഇതിനാ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിന്റ് തന്നെ. മനസ്സിലായി? വേറെ എവിടെയും ടാക്സ് അടക്കുന്നില്ല. കാരണം ആ പോയിന്റ് കൂടി മാച്ച് ആയാലേ ഡീംഡ് റെസിഡന്റ് ആവുള്ളൂ. അതിനാണ് ഈ പോയിന്റ് ഇവിടെ തന്നത്. അപ്പൊ ഇത് പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ സ്ട്രൈക്ക് ചെയ്യണം, ഡീംഡ് റെസിഡന്റിന് അങ്ങോട്ടാണ് ഈ പോണത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കേണ്ട എന്താ? ഇന്ത്യൻ ഇൻകം മാത്രം 15 ലാക്ക് ക്രോസ് ചെയ്തിട്ടുണ്ടോ നോക്കാം. കൊമേഴ്ഷ്യൽ ബിൽഡിംഗിൽ നിന്ന് ലെറ്റ് ഔട്ട് ചെയ്ത് കിട്ടിയത് അയാൾക്ക് 12 ലാക്കാണ്. ഓക്കെ, റീറ്റെയിൽ സ്റ്റോറിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് കിട്ടിയത് 4,15,000 ആണ്. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ 16,50,000. ഒബ്വിയസ്ലി 15 ലാക്ക് എക്സീഡ് ചെയ്ത്. സോ ഓക്കെ, ഇയാൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്. ഇന്ത്യൻ ഇൻകം മാത്രം 15 ലാക്ക് എക്സീഡ് ചെയ്തിട്ടുണ്ട്. എക്സീഡ് ചെയ്തിട്ടുണ്ട്. അയാളുടെ വേറെ എവിടെയും ടാക്സ് അടക്കുന്നുമില്ല. ദെൻ ഹി വിൽ ബി ഡെഫിനറ്റ്ലി എ ഡീംഡ് റെസിഡന്റ്. സെക്ഷൻ 6 സബ്സെക്ഷൻ 1A അയാൾ ഡീംഡ് റെസിഡന്റ് ആയിട്ട് മാറും. ക്ലിയർ 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 ക്ലൂ. ഓക്കെ, സോ ആ പ്രൊവിഷൻ ഇവിടെ ഹിറ്റ് ചെയ്തുകൊണ്ട് അയാളെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ഇവിടെ ടാക്സ് ഒന്നും കാണാൻ പറയുന്നില്ല, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. സോ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഹി വിൽ ബി എ ഡീംഡ് റെസിഡന്റ് ആൻഡ് ഡെഫിനറ്റ്ലി ഹി വിൽ ബി എ RBNOR. ROR ആവില്ല, ഡീംഡ് റെസിഡന്റ് എപ്പോഴും എന്തായിരിക്കും? RBNOR ആയിരിക്കും എന്ന പ്രൊവിഷനിൽ പറയുന്നുണ്ട്. അടുത്ത ചോദ്യം ചോദിക്കുന്നത്, വിൽ യുവർ ആൻസർ ചേഞ്ച് ഇഫ് ഈസ് എ സിറ്റിസൺ ഓഫ് കൺട്രി എക്സ്? ഇവിടെ ഇന്ത്യൻ സിറ്റിസൺ ആണ് എന്ന് മേലെ പറയുന്നുണ്ട്. പകരം ഇയാൾ കൺട്രി എക്സിലെ സിറ്റിസൺ, ഇന്ത്യൻ സിറ്റിസൺ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൻസർ മാറുമോ? യെസ്, മാറും. കാരണം ഡീംഡ് റെസിഡന്റ് എന്ന് ഒരാൾ പറയണമെന്നുണ്ടെങ്കിൽ അയാൾ എന്തായിരിക്കണം? ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഇവിടെ ഇയാൾ കൺട്രി എക്സിലെ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഡീംഡ് റെസിഡന്റ് പ്രൊവിഷൻ അപ്ലിക്കബിൾ ആവില്ല. സോ ഡെഫിനറ്റ്ലി ഹി വിൽ ബി എ നോൺ റെസിഡന്റ്. അത്ര ഉള്ളു ഉത്തരം. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് മാനേജബിൾ, റൈറ്റ്? നിങ്ങൾ എന്തെങ്കിലും കമന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്സോ പറയുന്നത് നന്നായിരിക്കും. കാരണം ഞാൻ ഇൻകം ടാക്സ് വല്ലാണ്ട് എടുക്കാറില്ല, എടുക്കാറ് കുറവാ. IDTയുടെ അത്ര ഇൻകം ടാക്സ് ഞാൻ അങ്ങനെ എടുക്കാറില്ല. അപ്പം പ്രൊവിഷൻ ഏതെങ്കിലും മനസ്സിലാവാതിരിക്കുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന പോലെ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്നാലും ഒരു ഫിയർ ആണ്, ഞാൻ പറയുന്നത് വ്യക്തമാവുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ നാളെ ഗ്രൂപ്പിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ എന്തെങ്കിലും ഫീഡ്ബാക്സ്, എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. അത് നെഗറ്റീവ്സ് ഓഫ് പോസിറ്റീവോ നെഗറ്റീവോ എന്തോ ആയിക്കോട്ടെ. നെഗറ്റീവ്സ് ഡെഫിനറ്റ്ലി സ്വീകരിക്കാറുണ്ട്. കാരണം നമ്മളുടെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് ഞാൻ ഭയങ്കരമായിട്ട് നോക്കുന്ന സംഭവം. നമ്മളെ ആ ടീച്ചിങ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ മാക്സിമം ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നെഗറ്റീവ് ഫീഡ്ബാക്സ് അടക്കം ഞാൻ എടുക്കും. എന്തെങ്കിലും എവിടെയെങ്കിലും ഞാൻ ശരിയാക്കേണ്ടതുണ്ടോ, എന്തെങ്കിലും പറയേണ്ടതുണ്ടോ, ഇങ്ങനെ പറഞ്ഞാൽ മതിയോ എന്നുള്ള കാര്യമൊക്കെ. ഓക്കെ, സോ എന്തെങ്കിലും അഡീഷണലി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വെദർ കംഫർട്ടബിൾ അല്ലേ ആണോ എന്നുള്ളത്, എനി കമൻറ്റ്സ്, എനി ഫീഡ്ബാക്സ് പേഴ്സണലി എന്നോട് അറിയിക്കാം. എൻ്റെ നമ്പർ ഞാൻ തരാം. ഇവിടെ അറിയില്ലല്ലോ. 8943081450. ദിസ് ഇസ് മൈ പേഴ്സണൽ നമ്പർ. വാട്സപ്പ് ഉണ്ട്, വാട്സപ്പിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ വിളിക്കണമെങ്കിൽ വിളിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ആരും വിളിക്കാനൊന്നുമില്ല. ഓക്കെ, അപ്പം ഒന്ന് പോടി. ഓക്കെ, അപ്പം എന്താ പറയുക, അപ്പം ഫീഡ്ബാക്സ് പറയാം. എന്തെങ്കിലും അത് നമുക്കൊരു ഇതാണ്. എന്തെങ്കിലും അഡീഷണലി ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ അതിനാ ചോദിക്കുന്നത്. അപ്പോൾ ഐ തിങ്ക് ദിസ് ക്വസ്റ്റ്യൻ ഈസ് മാനേജബിൾ. ഈ ക്വസ്റ്റ്യൻ ഞാൻ നന്നായി പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ തന്നെ ക്ലാപ്പ് ചെയ്യുന്നു. ഞാൻ നന്നായി പറഞ്ഞു. ഓക്കെ കൂട്ടുകാരെ, നിങ്ങളിത് കാണുന്നില്ലേ? കുറുനരി നിൽക്കുന്നുണ്ടോ? കുറുനരി അപ്പുറത്തുണ്ടോ? കുറുനരി, അയ്യോ കുറുനരി. ഓക്കെ ഓക്കെ
ക്വസ്റ്റ്യൻ നമ്പർ 6. സോ നമ്മൾ 4 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്ത് 5ാമത്തെ ക്വസ്റ്റ്യൻ. മിസ്റ്റർ സഞ്ജയ് ഹാസ് ഫോളോയിങ് ഇൻകംസ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 2024-25. 2024-25 താഴെ പറഞ്ഞ ഇൻകം അയാൾക്കുണ്ട്. ഓക്കെ, 4 ഇൻകം ഉണ്ട്. ചോദ്യം എന്താ? കമ്പ്യൂട്ട് ടാക്സബിൾ ഇൻകം ഓഫ് മിസ്റ്റർ സഞ്ജയ് ഫോർ ദ അസസ്മെന്റ് ഇയർ ഇഫ് ഹി ഈസ് എ നോൺ റെസിഡന്റ്, അല്ലെ നോട്ട് ഓർഡിനറി റെസിഡന്റ്, RBNOR. ഓക്കെ, നോട്ട് RBNOR ഓർ ഇഫ് ഹീസ് എ നോൺ റെസിഡന്റ്. അപ്പോൾ RBNOR ആണെങ്കിൽ എന്തായിരിക്കും താഴെ മേലെ പറഞ്ഞ 4 ഇൻകത്തിന്റെ സിറ്റുവേഷൻ? നോൺ റെസിഡന്റ് ആണെങ്കിൽ എന്തായിരിക്കും മേലെ പറഞ്ഞതിന്റെ 4 ഇൻകത്തിന്റെ സിറ്റുവേഷൻ? ദിസ് ഈസ് എ ക്ലീഷ്യ ടൈപ്പ് ക്വസ്റ്റ്യൻ. അധിക സമയത്തും ചോദിക്കാൻ ചാൻസ് ഉള്ള റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് സ്ഥിരം ചോദിക്കുന്ന സാധനം. കുറച്ച് ഇൻകം തരും, എന്നിട്ട് ഇവർക്ക് ROR ആണെങ്കിൽ എങ്ങനെ, RBNOR ആണെങ്കിൽ എങ്ങനെ, NR ആണെങ്കിൽ എങ്ങനെ, ഇതെങ്ങനെ സിറ്റുവേഷൻ, ഓരോരുത്തർക്ക് എങ്ങനെയൊക്കെയാണ് ടാക്സിബിലിറ്റി വരിക എന്നുള്ള ചോദ്യം. ക്ലീശ കുറേ തവണ റിപ്പീറ്റഡ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ ഇനിയും വരാൻ പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ, ക്ലീശ ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും? ഓക്കെ, ഫസ്റ്റ് നമുക്ക് രണ്ട് കേസിൽ നമ്മൾ പറയണം. RBNOR ആണെങ്കിൽ എന്താവും, NR ആണെങ്കിൽ എന്തായിരിക്കും. ഫസ്റ്റ് എന്താ? ഇൻട്രസ്റ്റ് ഓൺ ഇംഗ്ലണ്ട് ഡെവലപ്മെന്റ് ബോണ്ട്സ് റിസീവ്ഡ് 1/3 ഇൻ ഇന്ത്യ. 60,000 1/3 ഇൻ ഇന്ത്യ റിസീവ് ചെയ്തു, അതായത് 20,000 ഇന്ത്യയിൽ റിസീവ് ചെയ്തു. പക്ഷെ ഇന്ത്യത്തെ ബോണ്ടൊന്നും അല്ല, ഇംഗ്ലണ്ട് ബോണ്ടാണ്. റിസീവ്ഡ് ഇൻ ഇന്ത്യ, അത്രേ ഉള്ളൂ. റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ ആരാന്ന് നോക്കണ്ട, ഫുള്ളി ടാക്സബിൾ ഇൻ ഇന്ത്യ. അതിപ്പോൾ RBNOR ആണെങ്കിലും NR ആണെങ്കിലും. സോ 60,000 1/3 20,000 RBNOR-നും NR-നും ഒരുപോലെ ടാക്സ് ചെയ്യും ഇന്ത്യയിൽ. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫ്രം എ നോൺ റെസിഡന്റ് 5,000 അഗേൻസ്റ്റ് എ ലോൺ ഗിവൺ ടു ഹിം ടു റൺ എ ബിസിനസ് ഇൻ ഇന്ത്യ. ഒരു 5,000 നോൺ റെസിഡന്റ് ഇൻട്രസ്റ്റ് ആയിട്ട് തന്നു നമുക്ക്. അയാൾ അത് യൂട്ടിലൈസ് ചെയ്യുന്നത് ഇന്ത്യക്ക് വേണ്ടിയിട്ട്, അതായത് ഇന്ത്യ ആ പൈസ കടമെടുത്തത് ഇന്ത്യയിൽ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാളെ പൈസ കടമെടുത്തത്. അങ്ങനെ കിട്ടിയ ഇൻട്രസ്റ്റ്, അതും ഇന്ത്യൻ ഇൻകം ഡീം ടു അക്രൂ റൈസ് ഇൻ ഇന്ത്യ ആയതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യും? രണ്ടാക്കും ടാക്സ് ചെയ്യും. ഓക്കെ, NR-നും ടാക്സ് ചെയ്യും, കാരണം അത് ഇന്ത്യയിൽ റിസീവ് ചെയ്ത ഡീം ടു റിസീവ്ഡ് ഇൻ ഇന്ത്യ പോലെയാണ്. സോ ഇറ്റ് വിൽ ബി ഫോറിൻ ഇൻകം അല്ല. റോയൽറ്റി റിസീവ്ഡ് ഫ്രം അഖിൽ, എ റെസിഡന്റ് ഫോർ ടെക്നിക്കൽ സർവീസസ് ഗിവൻ ടു റൺ എ ബിസിനസ് ഔട്ട്സൈഡ് ഇന്ത്യ 20,000. ഒരു റോയൽറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു അഖിൽ എന്ന് പറഞ്ഞ ആൾക്ക് നിന്ന്. ആ റോയൽറ്റി അയാൾ യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ്റെ ഔട്ട്സൈഡ് ഇന്ത്യയാണ്. സോ ഇന്ത്യയിൽ ടാക്സ് ചെയ്യോ? ഇല്ല. ഇൻകം ഡീം ടു അക്രൂ റൈസ് ഇൻ ഇന്ത്യ അല്ല. സെക്ഷൻ 9. ഇത് സെക്ഷൻ പഠിക്കാതെ ഒന്നും നോക്കരുത് കേട്ടോ. സെക്ഷൻ 9 ഒക്കെ പഠിച്ചിട്ട് വേണം ഈ ആൻസർ ചെയ്യാൻ. അപ്പോൾ അഖിൽ എന്ന് പറയുന്ന ആൾ റോയൽറ്റി തന്നു, പക്ഷേ ആ റോയൽറ്റി യൂസ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ടാക്സുകൾ അല്ല. ഇൻകം ഡീം ടു അക്രൂ റൈസ് ഇൻ ഇന്ത്യ ആവൂല. സോ അതുകൊണ്ട് തന്നെ അത് വരില്ല. ഇൻകം ഫ്രം ബിസിനസ് ഇൻ ശ്രീലങ്ക. ശ്രീലങ്കയിൽ ബിസിനസ് ചെയ്തു, 25,000 ആണ്. അതിൽ ഔട്ട് ഓഫ് 15,000 റിസീവ്ഡ് ഇൻ ഇന്ത്യ. അതിൽ 25,000 ആണ് ശ്രീലങ്കയിൽ ബിസിനസ് ചെയ്തത്. ആൻഡ് ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. അതാ കൺട്രോൾഡ് ഇൻ ഇന്ത്യയാണ്. അപ്പോൾ RBNOR-ക്ക് ഫുള്ളി ടാക്സബിൾ ആവും, കാരണം കൺട്രോൾഡ് ഇൻ ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ഫുള്ളി ടാക്സബിൾ ആവും. ബിസിനസ് ശ്രീലങ്കയാണെങ്കിലും കൺട്രോൾഡ് ഇൻ ഇന്ത്യ ആയതുകൊണ്ട് തന്നെ RBNOR-ന് ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. ആൻഡ് 15,000 മാത്രമേ ഇന്ത്യയിൽ റിസീവ് ചെയ്തിട്ടുള്ളൂ. ദിസ് വിൽ ബി ടാക്സബിൾ ഫോർ NR. NR-ക്ക് ഫോറിൻ ഇൻകം ആണത്. കൺട്രോൾഡ് ഇൻ ഇന്ത്യ ആണെങ്കിലും ഇറ്റ് ഈസ് എ ഫോറിൻ ഇൻകം. ആൻഡ് 15,000 ആണ് ഇന്ത്യയിൽ റിസീവ് ചെയ്ത 15,000 മാത്രമായിരിക്കും അയാൾക്ക് ടാക്സബിലിറ്റി. ഓക്കെ 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 ദാറ്റ്സ് ഓൾ. കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 5 കഴിഞ്ഞു. 5 അല്ലേ, 6 അല്ലേ? 6. Going to question number 7. Mr. Thomas, a citizen of Japan, ജപ്പാനിലെ സിറ്റിസൺ, comes to India for the first time during previous year 2021. ഇയാൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ വരുന്നത് 2021 ഫിനാൻഷ്യൽ ഇയറിലാണ്. ഡ്യൂറിംഗ് ദി ഫിനാൻഷ്യൽ ഇയർ 2021, 2022, 2023, 2024, 2025. 1, 2, 3, 4, 5, 6 അല്ല, 1, 2, 3, 4, 5 5 വർഷം. ഈ വാസ് ഇൻ ഇന്ത്യ ഫോർ 50 days. 2020-21 50 ദിവസം, 21-22 65 ദിവസം, 22-23 95 ദിവസം, 23-24 150 ദിവസം ആൻഡ് 24-25 75 ദിവസം റെസ്പെക്റ്റീവ്ലി. ഇത്രയും കാലം അയാൾ ഇന്ത്യയിൽ ഇങ്ങനെ വന്ന് പോയി. Determine his residential status for assessment year 25-26. Examine the tax implication in the hands of Mr. Thomas for the assessment year 25-26 for the following transaction entered by him. ആദ്യം ഇയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കാൻ പറഞ്ഞു. എന്നിട്ട് താഴെ കുറച്ച് ട്രാൻസാക്ഷൻസ് അയാൾ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ടാക്സബിലിറ്റി എന്തായിരിക്കും എന്നുള്ളതും നോക്കാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം നമുക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കാം. ഒരാൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കാം. ആദ്യം എന്താ ചെക്ക് ചെയ്യേണ്ടത്? വെദർ കഴിഞ്ഞ വർഷം 182 ദിവസം ഓർ കൂടുതൽ ഇവിടെ ഉണ്ടോ? ഇല്ല, അയാളെ കഴിഞ്ഞ വർഷം എത്രയേ ഉള്ളൂ? 75 ദിവസം മാത്രമേ ഇന്ത്യയിലുള്ളൂ. സോ അയാൾ എന്തല്ല, 182 ഡേയ്സിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെന്താ നോക്കണ്ടേ? 60 + 365 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. 60 ഡേയ്സ് ഉണ്ട്, പ്രീവിയസ് ഇയറിൽ 75 ആയതുകൊണ്ട് തന്നെ 60 ഡേയ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രിസീഡിങ് 4 വർഷം 365 ദിവസം വന്നപ്പോൾ നോക്കണം. അവിടെ തന്നിട്ടുണ്ടല്ലോ, 50 + 65 + 95 + 150, മൊത്തം നോക്കുമ്പോൾ 360, ഒരു 5 ദിവസത്തിന് വെച്ചു. ഓക്കെ, സോ 365 ദിവസം 4 വർഷത്തിൽ കഴിഞ്ഞ പ്രിസീഡിങ് 4 ഇയേഴ്സിൽ 365 ദിവസം വരാത്തതുകൊണ്ട് തന്നെ ആ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ രണ്ട് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ റെസിഡന്റ് ആണെന്നതിന്റെ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഹി വിൽ ബി എ നോൺ റെസിഡന്റ്. കഴിഞ്ഞു, ഇത്രയും കഴിഞ്ഞു. 50 + 60 65 + 95 + 150 + 75
സോറി, ചെക്ക് ചെയ്യുമ്പോൾ പ്രിസീഡിങ് ഇയറിൽ പ്രീവിയസ് ഇയറിൽ 75 ഉണ്ട്, 60 ഉണ്ട്. ഓക്കെ, പ്ലസ് 365 നോക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് അല്ല, 360 വരുന്നുള്ളൂ പ്രിസീഡിങ് 4 ഇയേഴ്സിൽ. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല, 182 ഡേയ്സിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല, ദെൻ ഹി വിൽ ബി എ നോൺ റെസിഡന്റ്. കഴിഞ്ഞ്. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്ത് നോൺ റെസിഡന്റ് ആണ് എന്നുള്ളത്. താഴെ 3 ട്രാൻസാക്ഷൻ ഉണ്ട്, ഞാൻ അതിന്റെ ടാക്സിബിലിറ്റി ആണ് ചോദിക്കുന്നത്. ഒന്ന്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫ്രം മിസ്റ്റർ മൈക്കിൾ, എ നോൺ റെസിഡന്റ് ഔട്ട്സൈഡ് ഇന്ത്യ. The borrowed fund is used by Michael for investing in India's debt fund for earning interest. ഇവിടെ ഒരു ലോക്ക് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഒരു നോൺ റെസിഡന്റ് ആണ് ആ പൈസ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, നമുക്കാ കിട്ടുന്നത്, തോമസിനാ കിട്ടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇൻകം വീഴുകയാണ്. ഓക്കെ, ഇനി നോക്കണേ, ഈ ബോറോ ചെയ്ത ഫണ്ട് ഈ പറഞ്ഞ മിസ്റ്റർ മൈക്കിള് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ കമ്പനിയിൽ ഡെപ്റ്റ് ഫണ്ടിന് ആണ്. അതായത് ഇന്ത്യത്തെ ഒരു ഡെപ്റ്റ് ഫണ്ടിലാണ് അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ്. അതിനൊരു പോർഷൻ ആർക്ക് കൊടുക്കുന്നത്? ഈ പറഞ്ഞ നമുക്ക് കിട്ടുന്നത്, തോമസിന് കിട്ടുന്നത്. ഇത് ടാക്സ് ചെയ്യും. നമ്മൾ നോക്കേണ്ടത് ഇൻകം ഡീം ടു അക്രൂറേഷൻ ഇന്ത്യ ആണോ. ഓക്കെ, അപ്പോൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ നമ്മൾ പറയും യെസ്, കാരണം അത് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലാണ് എന്ന് നമുക്ക് പറയും. ആ ബോറോ ചെയ്ത ഫണ്ട് യൂട്ടിലൈസ്ഡ് ഇൻ ഇന്ത്യ. പക്ഷെ അല്ല, യൂട്ടിലൈസ്ഡ് ഇൻ ഇന്ത്യ ആണ്, പക്ഷേ യൂട്ടിലൈസ് നോട്ട് ഫോർ ബിസിനസ്. അവിടെ സെക്ഷൻ 9 പഠിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, അങ്ങനെ ബോറോ ചെയ്ത ഫണ്ട് ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ഫോർ ദ ബിസിനസ്. ബിസിനസ്സിനെ യൂട്ടിലൈസ് ചെയ്തിരിക്കണം ഇന്ത്യയിൽ. ഇവിടെ ബിസിനസ്സിനാണോ അങ്ങനെ ബോറോ ചെയ്ത ഫണ്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്? അല്ല, കമ്പനിയുടെ ഡെപ്റ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ബിസിനസ്സിനല്ല. സോ ഡെഫിനറ്റ്ലി അതെന്തല്ല, ഇൻകം ഡീം ടു അക്രൂറേഷൻ ഇൻ ഇന്ത്യ ആവില്ല. കാരണം ഇൻട്രസ്റ്റ് യൂസ്ഡ് ഇൻ ഇന്ത്യ ബട്ട് നോട്ട് യൂസ്ഡ് ഫോർ ബിസിനസ് പർപ്പസ്. അതുകൊണ്ട് തന്നെ ഇൻകം ഡീം ടു അക്രൂറേഷൻ ഇന്ത്യ ആവില്ല. ആ ഇൻകം ഇവിടെ ടാക്സബിൾ ആവില്ല. കഴിഞ്ഞ്. ഐ തിങ്ക് അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഓക്കെ, നോൺ റെസിഡന്റ് ബോറോ ചെയ്ത് വേറൊരു നോൺ റെസിഡന്റ് എടുത്തുനിന്ന് അത് ഇന്ത്യയിലാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, പക്ഷെ ബിസിനസ്സിനല്ലാത്തതുകൊണ്ട് ആ കിട്ടുന്ന ആൾക്ക്, ഇൻട്രസ്റ്റ് കിട്ടുന്ന ആൾക്ക് എന്താവില്ല, ടാക്സബിൾ ആവില്ല. ഇൻകം ഡീം ടു അക്രൂറേഷൻ ഇന്ത്യ ആവില്ല. ഓക്കെ, ഈസ് ഓൾസോ എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് റണ്ണിംഗ് ന്യൂസ് ഏജൻസി ആൻഡ് ഏൺഡ് ഇൻകം ഓഫ് 5 lakh ഫ്രം കളക്ഷൻ ഓഫ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇൻ ഇന്ത്യ ഫോർ ട്രാൻസ്മിഷൻ ഔട്ട്സൈഡ് ഇന്ത്യ. സോ ഡെഫിനറ്റ്ലി ഈ ന്യൂസ് ഏജൻസി പരിപാടി, ട്രാൻസ്മിഷൻ പരിപാടി എന്തിന് വരില്ല, നമ്മളെ ബിസിനസ് കണക്ഷനിൽ വരില്ല എന്ന് നമ്മൾ എക്സംഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അതും ടാക്സബിൾ അല്ല. He entered into an agreement with ABC and Co, a partnership firm, for transfer of technical documents and design for providing services related thereto. So set up a steel manufacturing plant in India. He charged 15 lakh for these services from ABC and Co. ഒരു ABC and Co ന്റെ അടുത്ത് നിന്ന് ഒരു 15 ലക്ഷം റോയൽറ്റി, മാനുഫാക്ചറിങ് പ്രോസസ്സിന്റെ സെറ്റപ്പ് എന്തോ ചെയ്തതിന്റെ പരിപാടിയാണ്, റോയൽറ്റി കിട്ടി. അത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലാണ്. റോയൽറ്റി യൂസ്ഡ് ഇൻ ഇന്ത്യ. സോ ഇൻകം ഡീം ടു അക്രൂറേഷൻ ഇന്ത്യ, ടാക്സബിൾ ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ തോമസിന് അത് ടാക്സബിൾ ആയിരിക്കും. അപ്പോൾ 1, 2 ടാക്സബിൾ അല്ല, 3 ടാക്സബിൾ ആയിരിക്കും. would be taxable, not taxable. Okay, not taxable. 10 ലക്ഷം നോട്ട് ടാക്സബിൾ. ഇതിൻ്റെ മറ്റേ ന്യൂസ് ആൻഡ് വ്യൂസിൻ്റെ കളക്ഷൻ ഒന്നാമത്തെ നോട്ട് ടാക്സബിൾ. ഓക്കെ, അത് കാരണം ബിസിനസ് പർപ്പസ് അല്ല. ദാറ്റ്സ് ഓൾ. ക്വസ്റ്റ്യൻ നമ്പർ 7. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 8. ഐ തിങ്ക് വി കംപ്ലീറ്റഡ് 6 ക്വസ്റ്റ്യൻ. 7th ക്വസ്റ്റ്യൻ നമ്പർ ചെയ്യാൻ പോകുന്നത്. Determine the residential status and total income of Mr. Raghu for the assessment year 25-26 from the information given below. താഴെ പറഞ്ഞിരുന്ന രഘുവിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, മിസ്റ്റർ രഘു ഏജ് 62 ആണ്. ഈ ഏജ് ഒക്കെ തരുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം സീനിയർ സിറ്റിസൺ പരിപാടി ഉണ്ട്. ഓക്കെ, ഏജ് 62 ആണ്. അമേരിക്കൻ സിറ്റിസൺ ആണ് ഇയാൾ. ഓക്കെ, ഈസ് എംപ്ലോയ്ഡ് വിത്ത് എ മൾട്ടിനാഷണൽ കമ്പനി ഇൻ ഗുരുഗ്രാം. ഇയാൾ ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത്. മിസ്റ്റർ രഘു ഹോൾഡ്സ് എ സീനിയർ ലെവൽ പൊസിഷൻ ആസ് എ റിസർച്ചർ ഇൻ ദി കമ്പനി. അയാൾ സീനിയർ ലെവൽ പൊസിഷനാണ് ഇന്ത്യയിൽ ചെയ്യുന്നത്. 2012 തൊട്ട് അയാൾ ഇന്ത്യയിലുണ്ട്. To share his knowledge and finding in research, company gave him an opportunity to travel to other group companies outside India. ഇയാൾക്ക് പുറത്ത് പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്ത കമ്പനി റിസർച്ചിന് വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂറ്റി ബേസ്ഡ് ഓൺ ഗുരുഗ്രാം ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ, പക്ഷേ ഇയാൾക്ക് എന്ത് ചെയ്യാം, പുറത്ത് പോയിട്ട് റിസർച്ച് നടത്താം. ദ ഡീറ്റെയിൽസ് ഓഫ് ഹിസ് ട്രാവൽ ഔട്ട്സൈഡ് ഇന്ത്യ ഫോർ ദി ഫിനാൻഷ്യൽ ഇയർ 24-25 ആർ എസ് ഉണ്ട്. താഴെ പറഞ്ഞ ദിവസങ്ങളിലാണ് അയാൾ ഇന്ത്യയിൽ വിട്ടുപോയത്. ഇയാൾ USA പോയത് 25 ഓഗസ്റ്റ് 2024, തിരിച്ചു വന്നത് 10 നവംബറിന്. അപ്പോൾ അത്രയും പീരീഡ് ഇന്ത്യയിലില്ല. ഇതൊക്കെ 2024-25 നടക്കുന്നതാണ്. UK പോയി 20 നവംബറിന് 23 ഡിസംബറിന് തിരിച്ചു വന്നു. ജർമ്മനി പോയി 10 ജനുവരി 24 മാർച്ചിന് തിരിച്ചു വന്നു. അപ്പോൾ ഇത്രയും പീരീഡ്സിൽ അയാൾ എന്തില്ല, ഇവിടെ ഇന്ത്യയിലില്ല. ബാക്കി പീരീഡ് ഇന്ത്യ ഉണ്ട്. ഡ്യൂറിംഗ് ദി ലാസ്റ്റ് 4 years preceding the previous year 24-25 he was present in India for 380 days. അതായത് ലാസ്റ്റ് 4 years ആയിട്ട് അയാൾ 380 ദിവസം ഇന്ത്യയിലുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് എന്തിനാ തന്നിട്ടുണ്ടാവുക? ആ 60 + 365 കണ്ടീഷൻ ആയിട്ട് തന്നാല. പ്രിസീഡിങ് 4 years 380 days ഇവിടെ ഉണ്ട്. ഓക്കെ,
During the last 7 previous year, preceding the previous year, he was present in India for 700 days. അതായത് കഴിഞ്ഞ ലാസ്റ്റ് 7 പ്രിസീഡിങ് ഇയേഴ്സിൽ അയാൾ 700 ദിവസം ഇവിടെ ഉണ്ട്. ഇതെന്തിനാ തന്നിട്ടുണ്ടാവുക? നമ്മൾ ആറാണോ RBNR ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രിസീഡിങ് 7 ഇയേഴ്സ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നോക്കേണ്ടത് 182 ഡേയ്സിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ നോക്കും 60 + 65 നോക്കും. ഇവിടെ ആൻസർ നമുക്ക് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഡേയ്സ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 179 ദിവസമാണ് അയാൾ ഇന്ത്യയിലുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം അയാൾ 186 ദിവസം ഇന്ത്യയിൽ ഇല്ല. അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണേ നിങ്ങൾ തന്നെ, ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. 365 ദിവസമാണ് ഒരു വർഷത്തിൽ, അതിൽ 186 ദിവസം പുറത്തായിരുന്നു. അതാണ് 78, ആ പീരീഡാണിത്. 78, 34 ആൻഡ് 74, ഇത്രയും പീരീഡാണ് അത്. ഓക്കെ, ഇത്രയും പീരീഡ് അയാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അത് കുറച്ച് ബാക്കി 179 ദിവസം അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 182 ഡേയ്സിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവില്ല, കാരണം 179 ഉള്ളൂ. പിന്നെ നോക്കേണ്ട എന്താ, 60 + 65 അത് സാറ്റിസ്ഫൈഡ് ആവും. കാരണം ഇവിടെ 179 ഉണ്ടായതുകൊണ്ട് തന്നെ 60 ക്രോസ് ചെയ്ത് കഴിഞ്ഞ പ്രൊസീഡിങ് 4 ഇയേഴ്സിൽ 380 എന്ന് പറയുന്നുണ്ട്. സോ വി ക്യാൻ സേ ഹീ ഈസ് എ റെസിഡന്റ്. കാരണം 60 + 65 എന്താവുന്നുണ്ട്, സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. അടുത്തത് ഓർഡിനറി റെസിഡന്റ് ആണോ അതോ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ നോക്കണം. ഡെഫിനറ്റ്ലി എന്താ പറയുക, ഇയാൾ എന്തല്ല 10 വർഷത്തിൽ 2 വർഷമെങ്കിലും എന്തായിരിക്കണം, റെസിഡന്റ് ആയിരിക്കണം. അവിടെ ഒന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. 730 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. സോറി, 730 ലാസ്റ്റ് 7 പ്രിസീഡിങ് 3 ഫിനാൻഷ്യൽ ഇയേഴ്സിൽ ഇയാൾ ഇവിടെ 730 ഡേയ്സ് എങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതും സാറ്റിസ്ഫൈഡ് അല്ല, 700 ഡേയ്സേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. രണ്ടും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. സോ ഇയാൾ എന്തായിരിക്കും, RBNOR ആയിരിക്കും. ഫൈനലി വി ഫൈൻഡ് ഔട്ട് ഹീസ് എ RBNOR. ഓക്കെ, സോ ഇങ്ങനെ വേണം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാൻ. നമ്മൾ എല്ലാ പ്രൊവിഷൻസും ചെക്ക് ചെയ്യണം. ക്വസ്റ്റ്യൻ തന്നതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ പ്രൊവിഷൻ അങ്ങനെ ചെക്ക് ചെയ്ത് ടിക്കറ്റ് പോകണം. ഓക്കെ, അത് കിട്ടി. സോ ഫൈനലി വി ഫൗണ്ട് ഔട്ട് ഹീസ് എ RBNOR. സാലറി ₹15,80,000 ഇയാൾക്ക് കിട്ടുന്ന ഇൻകം ആണ്. ദ എൻറ്റയർ സാലറി is paid by ഇന്ത്യൻ കമ്പനി ഇൻ ഹിസ് ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട്. വിൽ ബി ടാക്സബിൾ ഇൻ ഇന്ത്യ, കാരണം സാലറി ഇന്ത്യൻ സാലറിയാണ്, ടാക്സബിൾ. ഡിവിഡൻഡ് amount into 48,000 received from Trade Limited, a Singapore based company which was transferred to his bank account in Singapore. സിംഗപ്പൂരിൽ കിട്ടിയ ഒരു എമൗണ്ട് ആണ് 48,000 ആൻഡ് സിംഗപ്പൂരിലാണ് അത് റിസീവും ചെയ്തത്. ഇന്ത്യയിൽ ടാക്സബിൾ ആവും. RBNR അല്ലേ, ഫോറിൻ ഇൻകം ആണ്, നോട്ട് ടാക്സബിൾ. കാരണം ROR എന്നാണ് ഫുള്ളി വേൾഡ് ഇൻകം ടാക്സബിൾ ആവുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് വിത്ത് പഞ്ചാബ് നാഷണൽ ബാങ്ക് amount into 10,500 ക്രെഡിറ്റ് ടു സേവിങ്സ് അക്കൗണ്ട്. ഇന്ത്യത്തെ ഇൻട്രസ്റ്റ് ആണ്, വിൽ ബി ടാക്സബിൾ ഇൻ ഇന്ത്യ. സോ ഇത് രണ്ടും ടാക്സബിൾ ആവും. ഇത് രണ്ടും. സെക്കൻഡ് വൺ വിൽ നോട്ട് ബി ടാക്സബിൾ. യെസ്. ഇനി ഇവിടെ ടോട്ടലിംഗ് ഒരു കാര്യമുണ്ട്. ടോട്ടലിംഗ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് സ്റ്റാൻഡേർഡൈസേഷൻ ഒക്കെ കുറച്ചിട്ടുണ്ട്. നമ്മുടെ ഓൾഡ് നോർമൽ റിജീം എന്നുള്ള രീതിയിൽ എടുത്തിട്ട് സ്റ്റാൻഡേർഡൈസേഷൻ കുറച്ച്, അതാണ് 50,000 കുറച്ചത്. ദെൻ ഇൻട്രസ്റ്റ് എടുത്ത്, ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നേരെ 80 TTBയിൽ കിട്ടും. കാരണം 80 TTBയിൽ ഫുൾ ഇൻട്രസ്റ്റ് നമുക്ക് ക്ലെയിം ചെയ്യാം. കാരണം എന്താ, കാരണം ഈസ് എ സീനിയർ സിറ്റിസൺ. ഫുൾ ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്ഷൻ ആക്കി എടുക്കാം. ഇത് നമ്മൾ പഠിച്ചിട്ടില്ല, വിൽ സ്റ്റഡി. ഈ 50,000ന്റെ കാര്യം നമ്മൾ സാലറി എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കും. ഇത് നമ്മൾ 80C ഡിഡക്ഷൻസിൽ നമ്മൾ പഠിക്കും. ഈ പറഞ്ഞ ഡിഡക്ഷൻസ് എന്നുള്ള ഡിഡക്ഷൻ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. ഓക്കെ, ഓൾറെഡി അറിയുന്നവർ കണ്ടിരിക്കുക, അല്ലാത്തവർ അറിയുന്നവർ നോക്കി വെക്കുക, അറിയാത്തവർ നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ, സോ വി കംപ്ലീറ്റഡ് 7 ക്വസ്റ്റ്യൻസ്. 5 more questions remaining. ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. 10. ഓക്കെ, യെസ്. മിസ് റിത, an Indian citizen and an MBA from Harvard University, was employed in AFL LLP of country A since June 2016. അയാൾ എംപ്ലോയ്മെന്റിന് വേണ്ടി പുറത്തു പോയതാണ് 2016 കൺട്രി എയിൽ. ഷീ കെയിം ടു ഇന്ത്യ ഓൺ 15/11/2024. ഇന്ത്യയിലോട്ട് കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ അയാൾ വന്നു. ആൻഡ് ജോയിൻഡ് എ CEO ഓഫ് ഓട്ടോഫിറ്റ് ലിമിറ്റഡ്. ഇയാൾ ഓട്ടോഫിറ്റ് ലിമിറ്റഡിൽ CEO ആയിട്ട് ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ 15/11/2024 വന്നത്. അവിടെ നിന്ന് അങ്ങോട്ടാണ് ജോയിൻ ചെയ്തത്. Rida was in India before she left for overseas education in May 2012 and subsequently employed outside India and never visited India thereafter. അതായത് അന്ന് പോയതാണ്, 2012 പോയതാണ് പഠിക്കാൻ. പിന്നെ അവിടെ എംപ്ലോയിഡ് ആയി, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. There is no income tax in country. ഈ സാധനത്തിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇൻകം ടാക്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി ഡീംഡ് റെസിഡൻസ്. ഓക്കെ, ഡീംഡ് റെസിഡന്റ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, യെസ്. ഷീ ഹാസ് ഏൺഡ് ഇൻട്രസ്റ്റ് ഇൻകം ഓഫ് 2,40,000 ഇൻ കൺട്രി എ. ഇൻട്രസ്റ്റ് ഇൻകം കൺട്രി എയിൽ ഒരു 2,40,000 കിട്ടിയിട്ടുണ്ട്. മാർക്ക് ചെയ്ത് വെക്കാം. 2,40,000 ഇൻട്രസ്റ്റ് കൺട്രി എയിൽ. ഓക്കെ,
ആൻഡ് സാലറി ഇൻകം ഫ്രം AFL LLP അവിടെ നിന്നുള്ള അതായത് കൺട്രി എ എന്നുള്ള സാലറി ഒരു 15 ലാക്ക് കിട്ടിയിട്ടുണ്ട്. അപ് ടു ദി റേറ്റ് ഓഫ് റിട്ടേൺ ചെയ്യുന്നവരെ. ഓക്കെ, 2024-25 സാലറി ഇൻകം ഓഫ് മിസ് റിത ഫ്രം ഓട്ടോഫിൽ ലിമിറ്റഡ്. ഇവിടെ നിന്നുള്ള സാലറി ഇൻകം, ഇന്ത്യയിൽ ജോയിൻ ചെയ്തതിനു ശേഷം സാലറി ഇൻകം 13,50,000. ആൻഡ് ഷീ ഏൺഡ് ഡിവിഡൻഡ് ഓഫ് 3 ലാക്ക് ഫ്രം ഷെയർസ് ഇന്ത്യൻ കമ്പനി. ഇന്ത്യൻ കമ്പനിയിൽ ഒരു 3 ലക്ഷം ഷെയർസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ചോദ്യം വാട്ട് വുഡ് ബി ദി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. സെക്കൻഡ് ചോദ്യം ടോട്ടൽ ഇൻകം എത്ര. ഇപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഏത് പ്രൊവിഷൻ നോക്കണ്ടേ? 182 ഡേയ്സ് ഇൻ പ്രീവിയസ് ഇയർ ഓർ 60 + 365 ഡേയ്സ് ഇൻ പ്രിസീഡിംഗ് 4 ഇയേഴ്സ്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ 182 ഡേയ്സ് എന്തായാലും സാറ്റിസ്ഫൈഡ് ആവില്ല. കാരണം എന്താ വെച്ചാൽ അയാൾ 15/11/2024 വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ എന്തായാലും 182 ദിവസം തികയില്ല. ഇവിടെ കാണിക്കുന്നുണ്ട് എത്ര, 138 ദിവസമാണ് ആകെ ഉണ്ടാവുക. ഓക്കെ, അപ്പം അത് തികയില്ല. പിന്നെ നോക്കേണ്ടത് എന്താ, 60 + 365 നോക്കാം. 60 ഡേയ്സ് ഉണ്ട്. ഓക്കെ, 138 ദിവസം ഉണ്ടായതുകൊണ്ട് തന്നെ 60 സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ പ്രിസീഡിംഗ് 4 ഇയേഴ്സിൽ അയാൾ 365 ഉണ്ടോ നോക്കണം. അപ്പോൾ പ്രിസീഡിംഗ് 4 ഇയേഴ്സിൽ നോക്കുമ്പോൾ അയാൾ 2012 പോയ ആളാടാ. പിന്നെ ഇയാൾ ഇവിടെ വന്നിട്ടില്ല. അപ്പം ഷീ ഡിഡ് നോട്ട് റിട്ടേൺ. അപ്പോൾ 2014 അവിടെ ജോയിൻ, 2012 പഠിക്കാൻ പോയി, 2016 അവിടെ ജോയിൻ ചെയ്ത് പിന്നെ അവിടെ തുടർന്ന്. ഓക്കെ, പിന്നെ തിരിച്ചു വന്നിട്ടില്ല. പിന്നെ 2024 തിരിച്ചു വരുന്നത്. അപ്പോൾ പ്രിസീഡിംഗ് 4 ഇയേഴ്സിൽ അയാൾ ഇവിടെ ഇല്ല. 365 ഡേയ്സ് പറയാൻ പറ്റില്ല. അപ്പം പ്യുവർലി വി ക്യാൻ സേ നമ്മൾ കണ്ടീഷൻ നോക്കുമ്പോൾ അയാൾ നോൺ റെസിഡന്റ് ആയി മാറി. ഓക്കെ, 180 ഡേയ്സും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല, 60 + 365 സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. ഓക്കെ, അതാണ് ഇവിടെ ലെഫ്റ്റ് ഇന്ത്യ ഫോർ മെയ് 2012, നെവർ വിസിറ്റഡ് ഇന്ത്യ ദർ ആഫ്റ്റർ. അങ്ങനെ നോക്കുമ്പോൾ 4 ഇമ്മീഡിയറ്റ്ലി പ്രീസീഡിംഗ് ഇയേഴ്സിൽ നില്ലായിരിക്കും. അപ്പോൾ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് അല്ല, അതുകൊണ്ട് നോൺ റെസിഡന്റ് ആണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് നോ ഇൻകം ടാക്സ് ലയബിലിറ്റി തന്നുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെക്ക് ചെയ്യേണ്ടി വരും? അപ്പം ഡീംഡ് റെസിഡന്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടി വരും. സെക്ഷൻ 6 സബ്സെക്ഷൻ 1A അനുസരിച്ച് ഡീംഡ് റെസിഡന്റ് ആണോ. ഡീംഡ് റെസിഡന്റ് ആവണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? അയാൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. യെസ്, ഇന്ത്യൻ സിറ്റിസൺ ആണ്. അയാൾ വേറെ എവിടെയും ടാക്സ് അടക്കുന്നില്ല. യെസ്, കൺട്രി എയിലാണ്, അവിടെ ടാക്സ് ഒന്നും നടക്കുന്നില്ല. അയാളുടെ ഇന്ത്യൻ ഇൻകം മാത്രം 15 ലക്ഷം ക്രോസ് ചെയ്യണം. ഇന്ത്യൻ ഇൻകം ഇയാൾക്ക് എത്ര വരുന്നത്? ഒരു 13,50,000 ഉണ്ട്, പ്ലസ് ഒരു 3 ലക്ഷം ഉണ്ട്. മൊത്തം നോക്കുമ്പോൾ 16,50,000. ദാറ്റ് ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 15 ലാക്ക്. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് തന്നെ റിത എന്ന് പറയുന്ന ആള് എന്തായിരിക്കും? ഡീംഡ് റെസിഡന്റ് ആയിരിക്കും. പെട്ട് ഡീംഡ് റെസിഡന്റ്. ഓക്കെ, ആള് ഡീംഡ് റെസിഡന്റ് ആയിരിക്കും. ആള് ഡീംഡ് റെസിഡന്റ് ആയിരിക്കും. ഓക്കെ, ഫൈൻ. ഡീംഡ് റെസിഡന്റിനെ എപ്പോഴും നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക? RBNOR. ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ ഞാൻ പറഞ്ഞത്? ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഫൈൻ. അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ ഇങ്ങനെ നോക്കണ്ടേ? അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കിട്ടി, ഡീംഡ് റെസിഡന്റ് ആണ്, ആൻഡ് ഷീ വിൽ ബി എ RBNOR. അടുത്ത ടോട്ടലിംഗ് എത്രയാണെന്ന് നോക്കണ്ടേ? എത്ര ടൈപ്പ് ഓഫ് ഇൻകം ഉണ്ട് ഇയാൾക്ക്? അവിടുന്ന് കിട്ടിയ ഇൻട്രസ്റ്റ് ഇൻകം RBNOR ആണ്. ഫോറിൻ ഇൻകം വിൽ നോട്ട് ബി ടാക്സബിൾ. ഓക്കെ, അവിടുന്ന് കിട്ടിയ സാലറി RBNOR ആണ്. അവിടുന്ന് കിട്ടിയ സാലറി ഇവിടെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഫോറിൻ ഇൻകം ആണത്. ഇവിടുന്ന് കിട്ടിയ സാലറി ഇവിടെ ടാക്സ് കൊടുക്കണം. ഇവിടുന്ന് കിട്ടിയ ഡിവിഡൻഡ് ഇവിടെ ടാക്സ് കൊടുക്കണം. അപ്പം ഇവിടുത്തെ ടോട്ടലിംഗ് എത്രയാണ്? അപ്പോൾ 16,50,000. നമുക്ക് 115 ബേസ് ഒന്ന് എടുക്കാം, അങ്ങനെ നമുക്ക് നോക്കാം. അതായത് നമുക്ക് റിജീം ഇവിടെ അങ്ങനെ ചെയ്തിട്ടില്ലേ? ഡിഡക്ഷൻ ഒക്കെ എടുത്തിട്ടേക്കാം. ഈ ഡിഡക്ഷൻ എടുത്തിട്ടുണ്ടോ? ഇല്ല, ഡയറക്റ്റ്ലി കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് 16,50,000. എങ്ങനെ കാണിച്ചാലും പ്രശ്നമില്ല. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, ടോട്ടൽ ഇൻകം എന്ന് പറയുന്നുള്ളൂ. നമ്മൾ ആ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ്റെ കാര്യമൊന്നും ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ചെയ്യണമെങ്കിൽ ചെയ്താലും കുഴപ്പമില്ല. സാലറി ആഫ്റ്റർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നുണ്ട് അവിടെ. കമ്പ്യൂട്ടർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. ഇത് പറഞ്ഞുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറക്കാൻ കേട്ടോ. കമ്പ്യൂട്ടർ ആണ്, ഓൾറെഡി കമ്പ്യൂട്ടർ ആ സാലറി, ഫുള്ളി അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ള സാലറി, നെറ്റ് സാലറി. ഓക്കെ, ഫൈൻ, കംപ്ലീറ്റഡ്. അത്രേ ഉള്ളൂ. സോ ക്വസ്റ്റ്യൻ നമ്പർ 10 ഓവർ. നെക്സ്റ്റ് മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 13. 13, 12, 12 നിങ്ങൾ ചെയ്യുക. ഓക്കെ, 13. ഇതിൽ അഗ്രികൾച്ചർ ഇൻകത്തിന്റെ കൺസെപ്റ്റ് കൂടി വരുന്നുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കാനുള്ള കാരണം. ഓക്കെ, നോക്കാം. മിസ് ഗീത സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇയാൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്. ഗോട്ട് മാരീഡ് ടു മിസ്റ്റർ പീറ്റർ ഓഫ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലെ പീറ്ററുമായിട്ട് കല്യാണം കഴിച്ചു. ഓക്കെ, ലെഫ്റ്റ് ഇന്ത്യ ഫോർ ഫസ്റ്റ് ടൈം ഓൺ 28/2024. അയാൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് ലെഫ്റ്റ് ആയി പോയി. 2024 28-നാണ് അയാൾ പോകുന്നത്. ഷി ഹാസ് നോട്ട് വിസിറ്റഡ് ഇന്ത്യ അഗെയിൻ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 24-25. പിന്നെ ഇന്ത്യയിലേക്ക് വന്നിട്ടേ ഇല്ല. 2024-25 പിന്നെ വന്നിട്ടില്ല. ഷി ഹാസ് റിയലി ഫോളോയിങ് ഇൻകം. താഴെ പറഞ്ഞ ഇൻകം അയാൾക്ക് കിട്ടി എന്നാണ് പറയുന്നത്. ആദ്യം നോക്കേണ്ടത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുക, എന്നിട്ട് പിന്നെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക. അതിൽ തന്നെ ബിസിനസ് ഇൻകം, അഗ്രികൾച്ചർ ഇൻകം സെപ്പറേറ്റ് ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ,
ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ബിസിനസ് ഇൻകം, അഗ്രികൾച്ചർ ഇൻകം. 1 സെക്കൻഡ്. ഓക്കെ, ഇപ്പോൾ ബിസിനസ് ഇൻകം, അഗ്രികൾച്ചർ ഇൻകം സെപ്പറേറ്റ്ലി കാണാൻ പറയുന്നുണ്ട്. ഓക്കെ, നോക്കാം. 4 ടൈപ്പാണ് ആകെ ഉള്ളത്. 4 നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻകം ഫ്രം സെയിൽ ഓഫ് സെൻട്രിഫ്യൂജ് ലേറ്റക്സ് പ്രോസസ്ഡ് ഫ്രം റബ്ബർ പ്ലാന്റ്സ്, കന്യാകുമാരി. സോ ഇന്ത്യയിലാണ്. റബ്ബർ പ്ലാന്റ്സ് ആണ്. റബ്ബർ പ്ലാന്റ്സിന്റെ നമ്മൾ എത്രയും പഠിച്ചേ? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ 35% ബിസിനസ് ആൻഡ് 65% അഗ്രികൾച്ചർ. ഫൈൻ. ഓക്കെ, സിമ്പിൾ ആണ്, ഡയറക്റ്റ്ലി എടുത്ത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ നോക്കിയാ ഇല്ലല്ലോ. ഗീതന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താ വരിക? അയ്യോ, അത് മറന്നു. ഗീത എന്നാ പോകുന്നത്? 20/8/2024 പോകുന്നത്. സോ ആ വർഷത്തെ പ്രീവിയസ് ഇയറിലെ ഇത് നോക്കുമ്പോൾ അയാൾ ഇന്ത്യയിൽ 152 ദിവസത്തിന്റെ കുറവായിരിക്കും. 20/8 തന്നെ പോയതുകൊണ്ട് തന്നെ 152 ദിവസം അയാൾ ഇവിടെ ഇല്ല. ഇവിടെ നോക്കുമ്പോൾ എത്ര ദിവസം വരുന്നത്? 142 ദിവസം ആകെ അയാൾ, ഗീത എന്ന് പറഞ്ഞ ആൾ ഇവിടെ ഉള്ളൂ. 182 ഡേയ്സ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ അവിടെ പറയുന്നുണ്ട് ആദ്യമായിട്ടാണ് പോകുന്നതെന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പൊന്നും പോയിട്ടില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ പിന്നെ അടുത്ത കണ്ടീഷൻ 60 + 365 ഡെഫിനറ്റ്ലി പാസ്സാവും. കാരണം 142 ദിവസം ഉണ്ടായതുകൊണ്ട് പ്രീവിയസ് ഇയറിൽ 60 പാസ്സായി. ഇതുവരെ പോകാത്തതുകൊണ്ട് തന്നെ ലാസ്റ്റ് എന്തായാലും ആ വർഷങ്ങളിലൊക്കെ ഇന്ത്യയിൽ തന്നെയാണ്. അപ്പോൾ 365 പാസ്സായി. സോ ഡെഫിനറ്റ്ലി ഈ ഷീസ് എ റെസിഡൻറ്റ്. അതും ROR ആയിരിക്കും. കാരണം പ്രീവിയസ് ഇയറിൽ ഒന്നും പോയില്ല. അപ്പോൾ ലാസ്റ്റ് 10 ഇയേഴ്സ് നോക്കുമ്പോൾ റെസിഡൻ്റ് ആണ്. ലാസ്റ്റ് 7 ഇയേഴ്സ് നോക്കുമ്പോൾ 70-30 ഇയേഴ്സ് ഇവിടെ ഉണ്ടാവും. ഇതുവരെ പോയില്ലല്ലോ പുറത്ത്. സോ ഷീ വിൽ ബി എ ROR. അപ്പോൾ ഫസ്റ്റത്തെ ടാക്സബിലിറ്റി നോക്കുമ്പോൾ 35% ബിസിനസ് ഇൻകം, 65% അഗ്രികൾച്ചർ ഇൻകം. ഇൻകം ഫ്രം സെയിൽ ഓഫ് കോഫി ഗ്രൗണ്ട് ക്യൂർഡ് റോസ്റ്റഡ് ആൻഡ് ഗ്രൗണ്ടഡ് ഇൻ കൊളംബോ. സെയിൽ കൺസിഡറേഷൻ വാസ് സീഡ് ഇൻ ചെന്നൈ. അപ്പം കൊളംബോയിൽ നടത്തിയ എന്താണ്, കൊളംബോയിലാണ് ഈ സാധനം എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ചെയ്തിട്ടുള്ളത്. കൊളംബോയിലുള്ള അഗ്രികൾച്ചർ ഇൻകം അത് ഇവിടുത്തെ അഗ്രികൾച്ചർ ഇൻകം ആവുക. അഗ്രികൾച്ചർ ഇൻകം ആവണമെങ്കിൽ ഇന്ത്യയിലായിരിക്കണം. അപ്പോൾ ഇത് അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയാൻ പറ്റില്ല. ചെന്നൈയിലെ റിസീവ് ചെയ്തിട്ടുണ്ട്. 5 lakh ഫുള്ളി ടാക്സബിൾ ആവും. ഏതൊക്കെ പോകും? ബിസിനസ് ഇൻകത്തേക്ക് ടാക്സബിൾ ആവും. 5 lakh ഫുള്ളി ടാക്സബിൾ ആവും. ഇൻകം ഫ്രം സെയിൽ ഓഫ് ടീ ഗ്രോൺ ആൻഡ് മാനുഫാക്ചറിങ് വെസ്റ്റ് ബംഗാൾ. ഓക്കെ, ഇത് നമുക്ക് അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയാം. ടീ ആണ്. 40 and 60 അല്ലേ വരിക? 40%, 60%. ഓക്കെ, 40% അഗ്രികൾച്ചർ ഇൻകം, 60% ബിസിനസ് ഇൻകം. ഇൻകം ഫ്രം സാപ്ലിംഗ് ആൻഡ് സീഡ്ലിംഗ് ഗ്രോൺ ഇൻ നഴ്സറി അറ്റ് കൊച്ചിൻ. ബേസിക് ഓപ്പറേഷൻ വെർ നോട്ട് ക്യാരിഡ് ഔട്ട് ബൈ ഹെയർ ഓൺ ലാൻഡ്. ഇത് നഴ്സറി നടത്തിയിട്ടില്ല. ഇത് നമ്മളാ സ്പെസിഫിക്കലി എന്തെങ്കിലും ആ 60-40, 40-60 അങ്ങനെ എന്തെങ്കിലും കാറ്റഗറി ഉണ്ടോ? ഇല്ല. സാപ്ലിംഗ് ആണ് ഡയറക്ട്ലി. സീഡിങ് ആൻഡ് സാപ്ലിംഗ് ആണ് ഡയറക്ട്ലി. ഫുള്ളി അഗ്രികൾച്ചറിംഗ് ആണെന്ന് നമുക്ക് പറയാം. സോ ഫുള്ളി അഗ്രികൾച്ചറിംഗ് ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ. കഴിഞ്ഞു. 150 ആണ്. അതിൽ 35, 65, 5 lakh ഫുള്ളി ബിസിനസ് ഇൻകം. ഇൻകം ഫ്രം സെയിൽ ഓഫ് ടീൻ്റെത് 12 lakh ആണ്. അതിൽ 40, 60 ആൻഡ് സാപ്ലിംഗ് ഫുള്ളി അഗ്രികൾച്ചർ ഇൻകം. കഴിഞ്ഞു. ഓക്കെ, ഇത്രേ ഉള്ളൂ. സോ ഗീത പ്രഭാകറിൻ്റെത് കഴിഞ്ഞു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 20. ഓക്കെ, അഗ്രികൾച്ചർ ഇൻകം വരുന്ന വേറെ ഏതോ ഒരു ഒന്നുകൊണ്ട് ക്വസ്റ്റ്യൻ അങ്ങനെ ഇതിലുണ്ട്. അഗെയിൻ ചെയ്ത് പോയിക്കൊണ്ട് സാമ്പിൾ ഇട്ടാണ്. അഗ്രികൾച്ചറിങ് കൂടി വന്നു കഴിഞ്ഞാൽ എന്താവും എന്നതിൻ്റെ ഒരു സാമ്പിൾ. Question number 20. Question number 20. Okay, it's a long question, right? Question number 20. നോക്കാം. മിസ് ആശ. 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 ഓക്കെ, നല്ല പേര് ആശ. ഓക്കെ, ഈസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ. ഓക്കെ, ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ്. ഷീസ് എ ലോയർ. ലോയർ ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലോയർ ആൻഡ് അഡ്വക്കേറ്റ്? അറിയോ? അല്ലേ, ലോയർ ഷെൽസ് ലോയറിന് യൂസ് ചെയ്യും, ഷെൽസ് അഡ്വക്കേറ്റിന് യൂസ് ചെയ്യും. അല്ലേ, കണ്ടുപിടിച്ച് നോക്ക് എന്താന്ന് നോക്ക്. വലിയ ഡിഫറൻസ് അല്ലേ? വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ലോയർ ആൻഡ് അഡ്വക്കേറ്റ്? അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വാട്ട് ഈസ് അഡ്വക്കേറ്റ്, വാട്ട് ഈസ് ലോയർ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം? ഓക്കെ, ലോയർ ആണ്. ഷീ സ്റ്റാർട്ടഡ് ഒരു കൺസൾട്ടൻസി പ്രൊഫഷൻ ഇൻ ഇന്ത്യ. 2021 കൺസൾട്ടൻസി, നമ്മൾ ലോയർ അഡ്വക്കേറ്റ് കൺസൾട്ടൻസി പരിപാടി തുടങ്ങി. വിത്ത് നെയിം ന്യൂ വേ അസോസിയേറ്റ്സ്. ന്യൂ വേ അസോസിയേറ്റ്സ് എന്നാണ് എൻ്റെ പേര്. ഇൻ മെയ് 2023 ഷീ ഗോട്ട് മാരീഡ്. 2023 കല്യാണം കഴിച്ചു. ഷീ ഗോട്ട് മാരീഡ് ടു മിസ്റ്റർ റാം. റാം എന്ന് പറയുന്ന ആളാണ് കല്യാണം കഴിച്ചത്. ഞാൻ അമേരിക്കൻ സിറ്റിസൺ. അടിപൊളി. ഇവിടെയുള്ള ആൾക്കാരൊന്നും പറ്റൂല. അതാണ് ഞങ്ങൾ ഇങ്ങനെ ആർക്കും വേണ്ടാത്ത ആൾക്കാരെയും നിൽക്കുന്നത്. എല്ലാവർക്കും പുറത്തുള്ള ആൾക്കാരെയും അങ്ങനെയുള്ളവരൊക്കെ മതി. നമ്മളൊന്നും ആർക്കും വേണ്ടപ്പോൾ. ദാറ്റ്സ് ദ റീസൺ. ഗേൾസിനൊന്നും ആരും ഇപ്പം ഇഷ്ടാവുന്നില്ല.
ഗേൾസിനൊക്കെ ചിന്താഗതി വേറെയാണ്. ചില ആൾക്കാർക്ക് കല്യാണമേ കഴിക്കണ്ട, ചില ആൾക്കാർക്ക് വേറെന്തൊക്കെയോ അംബീഷൻ, നിങ്ങളെ ഡ്രീം, നിങ്ങളെ ഇൻഡിപെൻഡൻസി, ഞങ്ങൾ അടിമകളാവും ഞങ്ങൾ കല്യാണം കഴിച്ച എന്നുള്ള കൺസെപ്റ്റ്. ചില ആൾക്കാർക്ക് മാരേജ് ലൈഫ് വേറുള്ളവർ നോക്കിയിട്ട് പറയും അവരിത് അത് കണ്ടോ ഒരുമാതിരി മാരേജ് ലൈഫ്, എനിക്ക് അതേപോലെ ഒന്നും ആവാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട്. വൈ ആർ പീപ്പിൾ ലൈക്ക് ദിസ്? ബോയ്സിനാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുക, നോക്കുമ്പോൾ ആരും കിട്ടാനുമില്ല, ആരെങ്കിലും ഒക്കെ കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഇതിലാണ് ബോയ്സ്. ഇപ്പോൾ പെണ്ണായാൽ മതി, അത്രേ ഉള്ളൂ കണ്ടീഷൻ. ഓക്കേ, ഓക്കെ. പിന്നെന്തായിരുന്നു? നമ്മൾ ഈ ടോപ്പിക്കിലോട്ട് വരാം. ഞാൻ ടോപ്പിക്ക് വ്യതിചലിച്ചു പോയി. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ ആശ എന്ന് പറയുന്ന ആള് അമേരിക്കൻ സിറ്റിസൺ ആയിട്ടുള്ള റാമിനെ കല്യാണം കഴിച്ചു. മിസ്റ്റർ റാം കെയിം ടു ഇന്ത്യ ഫോർ ദി ഫസ്റ്റ് ടൈം ഓൺ 1 മെയ് 2022. ഇയാൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ വരുന്നത് കല്യാണം നടക്കുന്നത് മെയ് 2023 ഇയാൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ വരുന്നത് 1 മെയ് 2022 ആദ്യമായിട്ട് ഇന്ത്യയിൽ വരുന്നത്. ഓക്കെ. വെൻ ഹി ജോയിൻഡ് ആൻ MNC ഇൻ ഇന്ത്യ. അന്ന് ഒരു ഇന്ത്യയിലെ MNCയിൽ അയാൾ ജോയിൻ ചെയ്തു. അപ്പോൾ മിക്കവാറും അവിടെ നിന്നായിരിക്കും കണ്ടിട്ടുണ്ടാവുക. 2022 കണ്ട് 2023 കണ്ടു, പുരോഗമിച്ചു, കല്യാണം കഴിച്ചു. അടിപൊളി, ബ്യൂട്ടിഫുൾ. അങ്ങനെയൊക്കെ ആയിരിക്കണം പ്രണയം. കണ്ടു, ഇഷ്ടപ്പെട്ടു, ഞാനങ്ങ് എടുത്തു. ഹി ഗോട്ട് എ പ്രൊമോഷൻ ആൻഡ് വാസ് ട്രാൻസ്ഫർ ടു ദുബായ്. അയാൾക്ക് പ്രൊമോഷൻ കിട്ടി, അതാ പണി പാളി. അയാൾക്ക് പ്രൊമോഷൻ കിട്ടി, ദുബായിക്ക് പോയി. ഇയാളെ CEO അത്ര പോരാൻ തോന്നുന്നു, മാനേജറെ. നേരെ കല്യാണം കഴിഞ്ഞ് ഔട്ട് ഓഫ് ദുബായിക്ക് വിട്ടുവെന്ന് പറഞ്ഞു. ഈ ലെഫ്റ്റ് ഫോർ ദുബായ് ഓൺ 1 ഒക്ടോബർ 2023. ഇയാൾ ദുബായിക്ക് പോയി. 2023 1 ഒക്ടോബർ ഇയാൾ ദുബായിക്ക് പോയി. പക്ഷേ നമ്മുടെ ആശ പിന്തുടർന്നു. മിസ് ആശ പോയി മിസ്സിസ് ആശ ആയിട്ടാ. മിസ്സിസ് ആശ അക്കമ്പൈനി ഹിം ടു ദുബായ്. ഞാനും വരുന്നുണ്ട്, ഞാനും കൂടെ ഉണ്ട്, എന്നെ കൊണ്ടാവാതെ പോകണ്ട എന്ന് പറഞ്ഞിട്ട് ആശ കൂടെ പോയി. അക്കമ്പൈനി ഹിം ടു ദുബായ്. ദുബായിൽ കൂടെ ഞാനുണ്ട് എന്നിട്ട് പിന്നാലെ പോയി. അയാളൊരു സമാധാനത്തിന് വേണ്ടിയിട്ടേക്ക് ഒറ്റക്ക് പോകാന്ന് വിചാരിച്ച് അയാൾ സമാധാനത്തോടെ നിൽക്കുമ്പോഴായിരിക്കും ആശ പറയുന്നത് ഞാനുണ്ട്, അതാ ഉള്ള സമാധാനമൊക്കെ അവിടെ പോയി. ഓക്കെ, സോറി ഗേൾസ്. ഷീ സ്റ്റാർട്ടഡ് പ്രൊവൈഡിങ് കൺസൾട്ടൻസി ഇത്. അവിടെ പോയിട്ട് കൺസൾട്ടൻസി പ്രൊവൈഡ് ചെയ്യാൻ ആശ തയ്യാറായി. ഓക്കെ, ബ്യൂട്ടിഫുൾ. ബോത്ത് ഓഫ് ദം കെയിം ടു ഇന്ത്യ ഫോർ 3 months ഫ്രം ജൂൺ ടു ഓഗസ്റ്റ് ഇൻ 2024 ടു സ്പെൻഡ് ടൈം വിത്ത് ആശാസ് ഫാമിലി. അപ്പോഴും ആശാന്റെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മാസം തിരിച്ചിങ്ങോട്ട് തന്നെ പോകുന്നു. ജൂൺ ടു ഓഗസ്റ്റ് 2024. ഒക്ടോബറിൽ പോയി, 2024 ജൂണിൽ ഇങ്ങോട്ട് തന്നെ ആശ കൊണ്ടുവന്നു. ആശയ്ക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്, ആശന്റെ ഫാമിലിനെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ പോകുന്നത്. ഓക്കെ. ആശ പറയുന്ന എന്തും കേൾക്കുന്ന ഒരു റോബോട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ റാം. ഓക്കെ. വൈ ഐ ആം ലൈക്ക് ദിസ്? ഒരു മെയിൽ ഷോവനിസം കാണിക്കുന്നു ഞാൻ. പാടില്ല. ഐ റെസ്പെക്ട് വുമൻ, ഓൾവേസ് റെസ്പെക്ട് വുമൻ. ഓക്കെ, സോറി ഗേൾസ്. ഫോളോയിങ് ഇൻകംസ് were earned by മിസ്റ്റർ റാം ആൻഡ് മിസ്റ്റർ ആഷ ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ 24-25. അപ്പോൾ ഇനി കളി തമാശല്ല, കാര്യം പറയാണ്. അതായത് ആശ ഇന്ത്യൻ സിറ്റിസൺ ആണ്. 2021 ഇവിടെ പ്രൊഫഷൻ കൺസൾട്ടൻസി കിട്ടിയിരുന്നു. 2023 ആശ കല്യാണം കഴിച്ചു. ഒരു അമേരിക്കൻ സിറ്റിസനെയാണ് കല്യാണം കഴിച്ചത്. അമേരിക്കൻ സിറ്റിസണായുള്ള റാം ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നത് 1 മെയ്യിലാണ് 2022. അയാൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടി ദുബായിക്ക് 2023 ഒക്ടോബറിൽ. ആഫ്റ്റർ മാരേജ് പ്രൊമോഷൻ കിട്ടി. ആശയും അതിൻ്റെ കൂടെ പ്രൊമോഷൻ കിട്ടിയപ്പോൾ 1 ഒക്ടോബറിൽ ആശയും പോയി. എന്നിട്ട് അവർ തിരിച്ച് 2024 വന്ന് ജൂണിലാണ് വന്നത്. ജൂൺ ടു ഓഗസ്റ്റ് പീരീഡിൽ അയാൾ, അതായത് 3 മാസം എന്ന് പറയുമ്പോൾ ജൂൺ ടു ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ 92 ഡേയ്സ് ഉണ്ടാവും. ജൂണിൽ 30, ജൂലൈയിൽ 31, ഓഗസ്റ്റിൽ 31, ദാറ്റ് ഈസ് ഇക്വൽ ടു 92 ഡേയ്സ്. 92 ഡേയ്സ് ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്തു, എന്നിട്ട് പോയി. ചോദ്യം, കുറച്ച് ഇൻകം ഒക്കെ തന്നിട്ടുണ്ട്. റാമിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുക, അതേപോലെ ആശയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുക, അവരെ ടോട്ടൽ ഇൻകം ഡിറ്റർമിൻ ചെയ്യുക. ഇതാണ് നമ്മളുടെ 115 BSc ഒക്കെ ഇഗ്നോർ ചെയ്യാൻ പറയുന്നുണ്ട്. ന്യൂ റിജിമൊന്നും നോക്കണ്ട, ജസ്റ്റ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ടോട്ടൽ ഇൻകം നോക്കി പോയാൽ മതി എന്നാണ് പറഞ്ഞത്. ഓക്കെ, നോക്കാം. അപ്പം താഴെ പറഞ്ഞ ഇൻകം. അപ്പോൾ ആദ്യം നോക്കേണ്ടത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസാണ്. നമുക്ക് ആദ്യം ആരും നോക്കാം, റാമിൻ്റെ നോക്കാം. റാമിൻ്റെ നോക്കുമ്പോൾ റാം എന്നാ അവിടെ വന്നേ? 2020, ഇപ്പോൾ കഴിഞ്ഞ വർഷം. നമ്മൾ ഒരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഏതൊക്കെ നോക്കേണ്ടത്? 182 ഓർ 60+65. അപ്പോൾ റാമിൻ്റെ നോക്കുമ്പോൾ റാം ഇവിടെ 182 ദിവസം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നോ? ഇല്ല, കാരണം 92 ഡേയ്സേ ഉള്ളൂ. സോ അത് സാറ്റിസ്ഫൈഡ് അല്ല. 60+665 സാറ്റിസ്ഫൈഡ് ആവുമോ? നോക്കാം. 60+665 റാം 60 ഡേയ്സ് ഇവിടെ ഉണ്ടോ പ്രീവിയസ് ഇയറിൽ? യെസ്, 92 ഡേയ്സ് ഇവിടെ ഉണ്ടല്ലോ. ജൂൺ ടു ഓഗസ്റ്റ് 2024 ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 92 സാറ്റിസ്ഫൈഡ്, 60 സാറ്റിസ്ഫൈഡ്. പ്ലസ് പ്രിസീഡിങ് 4 ഇയേഴ്സിൽ 4 ഇയേഴ്സ് ടോട്ടൽ കൂട്ടുമ്പോൾ 365 മാച്ച് ആവണം. യെസ്, അതും ഇവിടെ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇയാൾ മെയ് 2022 ഇവിടെ വന്നിട്ട് ഇയാൾ തിരിച്ച് പിന്നെ പോകുന്നത് 2023 ഒക്ടോബറിലാണ്. സോ ഈ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 365 ഡേയ്സ് ഉണ്ട് അയാൾ ഇന്ത്യയിൽ. സോ 60 + 365 ഡേയ്സ് സാറ്റിസ്ഫൈഡ് ആവുന്നതുകൊണ്ട് തന്നെ അയാൾ റെസിഡന്റ് ആയിട്ട് മാറും. ഓക്കെ, അയാൾ റാം റെസിഡന്റ് ആയിരിക്കും. അപ്പോൾ 60 ഡേയ്സ് സാറ്റിസ്ഫൈഡ് ആണ്, പ്ലസ് 365 ഡേയ്സും കൂടി വരുമ്പോൾ അയാൾ റെസിഡന്റ് ആയി. അപ്പോൾ റെസിഡന്റ് ആയി അയാൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് റെസിഡന്റ് എന്ന് വരും. കാരണം 92 ഡേയ്സ് പ്രീവിയസ് ഇയറിൽ പ്ലസ് 365 ഡേയ്സ് പ്രിസീഡിങ് 4 ഇയേഴ്സിൽ രണ്ടും സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അത് മനസ്സിലായില്ലെങ്കിൽ കേട്ടോ, മെയ് 2022 അയാൾ വന്ന് അവിടെ നിന്നിട്ട് 2023 ഒക്ടോബർ വരെ കണ്ടിന്യൂസ്ലി ഇവിടെ ഉണ്ട്. കൂട്ടുമ്പോൾ 365 ഡേയ്സിന്റെ മുകളിൽ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അയാൾ റെസിഡന്റ് ആയിരിക്കും. ഓക്കെ, സാറ്റിസ്ഫൈഡ്. നെക്സ്റ്റ് വരുന്നത്, അപ്പോൾ റാമിന്റെ കാര്യത്തിൽ തീരുമാനമായി, റെസിഡന്റ് ആണ്. ഇനി ROR ആണോ RBNOR ആണോ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി RBNOR ആയിരിക്കും. കാരണം ആദ്യമായിട്ട് വരുന്നത് മെയ് 2022 അപ്പം 7 ഇയേഴ്സോ 10 ഇയേഴ്സോ നോക്കാനില്ല. സോ ഹി വിൽ ബി ആൻ RBNOR. ഓക്കെ, അപ്പോൾ റാമിന്റെ ഇൻകം കൂടി നമുക്ക് നോക്കാം. റാമിന്റെ ഇൻകം ഓഫ് റാം ഇതാണ്. സാലറി ഫ്രം കമ്പനി ഇൻ ദുബായ്. ദുബായിൽ നിന്ന് കിട്ടിയ സാലറി നോട്ട് ലൈബിൾ ടു ടാക്സ് ഇൻ ദുബായ്. ദുബായിൽ ടാക്സ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ്. ഓക്കെ, അത് റെസിഡന്റ് അല്ലേ? RBNOR അല്ലേ? ഇന്ത്യയിൽ ടാക്സ് ചെയ്യോ? വേണ്ട. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ സെയിൽ ഓഫ് ഷെയർസ് ഓഫ് ഇന്ത്യൻ കമ്പനി വിൽ ബി ടാക്സബിൾ ഇൻ ഇന്ത്യ. ഇന്ത്യൻ ഇൻകം ആണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഡൽഹി, ഇന്ത്യൻ ഇൻകം കമ്പ്യൂട്ടർ, വിൽ ബി ടാക്സബിൾ ഇൻ ഇന്ത്യ. ഡിവിഡൻഡ് ഫ്രം ഷെയർസ് ഓഫ് ഇന്ത്യൻ കമ്പനി വിൽ ബി ടാക്സബിൾ ഇൻ ഇന്ത്യ. ഈ 3 ഇന്ത്യയിൽ ടാക്സ് ചെയ്യും. ആർക്ക്? റാമിന്. കാരണം ഇന്ത്യൻ ഇൻകം ആണ്. ഈസ് ആൻ RBNOR ആൻഡ് വിൽ ബി ടാക്സബിൾ ഇൻ ഇന്ത്യ. ശരിയാണോ നോക്കാം? യെസ്, 250,000 പ്ലസ് 7,60,000 പ്ലസ് 65,000 7,75,000 ഫുള്ളി ടാക്സബിൾ ഫോർ റാം. അപ്പോൾ റാമിന്റെ റെസിഡൻഷ്യൽ ചാർജസ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്, അയാളുടെ ടോട്ടൽ ഇൻകം എത്രയെന്നുള്ളത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. അടുത്തത് നമ്മൾ നോക്കേണ്ടത് ആശയുടേതാണ്. ആശയുടെ കേസിൽ ഒരു പ്രത്യേകത ഉണ്ട്. ആശ ഇവിടുന്ന് പോയിട്ട് തിരിച്ച് വിസിറ്റിന് വന്ന ആളാണ്, ശരിയല്ലേ? സോ കെയിം ടു വിസിറ്റ് ഇൻ ഇന്ത്യ. ഒരു പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിറ്റിസൺ കെയിം ടു വിസിറ്റ് ഇൻ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ ടോട്ടൽ ഇൻകം ലെസ് ദാൻ 15 lakh ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കണ്ടീഷൻ നോക്കേണ്ടത് 120 ഡേയ്സ് കണ്ടീഷനാണ്. അതായത് 182 ഡേയ്സ് പ്ലസ്, അല്ലാന്നുണ്ടെങ്കിൽ 60 + 365 പകരം പിന്നെ നമ്മൾ നോക്കുക 120 ഡേയ്സിന്റെ കണ്ടീഷൻ ആണ്, ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 182 ഡേയ്സിന്റെ കണ്ടീഷൻ ആശയ്ക്ക് സാറ്റിസ്ഫൈഡ് ആവില്ല. കാരണം ആശ 92 ഡേയ്സ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ 120 ഡേയ്സിന്റെ കണ്ടീഷൻ നോക്കുമ്പോൾ അതും സാറ്റിസ്ഫൈഡ് ആവില്ല. കാരണം 92 ദിവസം മാത്രമേ പ്രീവിയസ് ഇയറിൽ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. സോ ഡെഫിനറ്റ്ലി ആശ വിൽ ബി നോൺ റെസിഡന്റ് എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാം. ഓക്കെ, സോ പ്രൊവിഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ആശ വിൽ ബി നോൺ റെസിഡന്റ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ആശയുടെ ഇന്ത്യൻ ഇൻകം മാത്രം 15 lakh എക്സീഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആശ വിൽ ബി ഡീംഡ് റെസിഡന്റ്. അപ്പോൾ അതും നമ്മൾ ചെക്ക് ചെയ്യണ്ടേ, ആശ ഡീംഡ് റെസിഡന്റ് ആവുന്നുണ്ടോന്ന്. അപ്പോൾ ആശയുടെ ഇന്ത്യൻ ഇൻകം എത്രയെന്നുള്ളത് നമുക്ക് നോക്കാം. അയാളുടെ ഇൻകം നോക്കാം. പ്രോഫിറ്റ് ഫ്രം കൺസൾട്ടൻസി പ്രൊഫഷൻ ഇൻ ദുബായ് വിച്ച് വാസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ നോട്ട് ലൈബിൾ ടു ടാക്സ് ഇൻ ദുബായ്. സെറ്റപ്പ് ഇൻ ഇന്ത്യയാണ്, അപ്പം അത് ഇന്ത്യൻ ഡീം ടു അക്രൂവറൈസ് ഇൻ ഇന്ത്യ ആണെന്ന് പറയാം. ഓക്കെ, അപ്പം നമുക്ക് 12 lakh ഇന്ത്യൻ ഇൻകം ആയിട്ട് കൂട്ടാം. പ്രോഫിറ്റ് ഫ്രം കൺസൾട്ടൻസി പ്രൊഫഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ കൺസൾട്ടൻസി പ്രൊഫഷൻ 3 ലക്ഷം. ഓക്കെ, മൊത്തം നോക്കുമ്പോൾ 15. ലോങ് ടേം ക്യാപിറ്റൽ സെയിൽ ഓഫ് ഷെയർസ് ഓഫ് ബ്രിട്ടീഷ് കമ്പനി. ബ്രിട്ടീഷ് കമ്പനിയുടെ ഒരു ലോങ് ടേം ക്യാപിറ്റൽ ഫോറിൻ ഇൻകം ആണ്, നോട്ട് ടാക്സബിൾ. ഇന്ത്യൻ ഇൻകം അല്ല. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണ്. സോ നമ്മൾ ഇൻകം അല്ല, അത് നോക്കണ്ട. അപ്പം 15 lakh ആണ് ഇന്ത്യൻ ഇൻകം ആയിട്ട് വരുന്നത്. അപ്പോൾ 15 lakh ഇന്ത്യൻ ഇൻകം എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 15 lakh, മോർ ദാൻ 15 lakh ആയാലും ഡീം റെസിഡന്റിന്റെ പ്രൊവിഷൻ വരുള്ളൂ. ലെസ് ദാൻ 15 lakh ആയതുകൊണ്ട് തന്നെ ഡീംഡ് റെസിഡന്റിന്റെ പ്രൊവിഷനും ഇവർക്ക് അപ്ലിക്കബിൾ അല്ല. സോ പ്യുവർലി ആശ വിൽ ബി എന്തായിരിക്കും? NR ആയിരിക്കും. സോ നോൺ റെസിഡന്റിന് ഏതൊക്കെ ടാക്സബിൾ? ഇന്ത്യൻ ഇൻകം മാത്രമാണ് ടാക്സബിൾ. പ്യുവർലി ഇന്ത്യൻ ഇൻകം മാത്രമാണ് ടാക്സബിൾ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഏത് മാത്രമായിരിക്കും ടാക്സബിൾ ആയിട്ടുണ്ടാവുക? ഇത് സെറ്റപ്പ് ഇൻ ഇന്ത്യ ആണെങ്കിലും അത് എന്താ പറയുക, ദുബായിലാണ് പ്രൊഫഷൻ നടക്കുന്നത്. സോ ഫോറിൻ ഇൻകം ആണ്. NRന് വരില്ല. RBNOR ആണെങ്കിൽ അത് ടാക്സബിൾ ചെയ്യായിരുന്നു, NRന് വരില്ല. സോ വിൽ നോട്ട് ബി ടാക്സബിൾ. ഓക്കെ, നെക്സ്റ്റ്. ഇന്ത്യയിൽ ഇന്നലെ കൺസൾട്ടൻസി പ്രൊഫഷന് കിട്ടിയ ഇൻകം വിൽ ബി ടാക്സബിൾ ഇൻ ഇന്ത്യ. കാരണം ഇന്ത്യയിലുള്ള ഇൻകം ആണ്, വിൽ ബി ടാക്സബിൾ ഇൻ ഇന്ത്യ. ആൻഡ് ഇത് ടാക്സബിൾ ആയിരിക്കും. ദുബായിൽ നിന്നുള്ള പ്രൊഫഷൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വിൽ നോട്ട് ബി ടാക്സബിൾ, ഫോറിൻ ഇൻകം ആണ്. ക്യാപിറ്റൽ ലോസ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം, നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. കാരണം ബിസിനസ് ആയിട്ട് സെറ്റ് ഓഫ് പറ്റില്ല. STSL. ദാറ്റ്സ് ഓൾ. ആശക്ക് അത്രയേ ഉള്ളൂ. 15 lakhന്റെ താഴെയാണ് ആ പ്രൊവിഷൻ ആട്ടോ. നമ്മൾ ഡീംഡ് റെസിഡന്റിന് ചെക്ക് ചെയ്തതിന്റെ പ്രൊവിഷൻ. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഫഷന് 3 lakh. STCG നമുക്ക് എന്ത് ചെയ്യും? അലൗഡ് ടു ക്യാരി ഫോർവേഡ് ഫോർ അസസ്മെന്റ് ഇയർ 26-27 വർഷത്തിൽ ക്യാരി ഫോർവേഡ് ചെയ്യും. 3 lakh മാത്രമായിരിക്കും ആശയുടെ ആ വർഷത്തെ എന്താ പറയുക, ഇവിടുത്തെ ആശയുടെ ടോട്ടൽ ഇൻകം.
ഓക്കെ, സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഒരുപാട് പ്രൊവിഷൻസ് ഒറ്റയടിക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ മാർക്ക് ഇറ്റ് ആസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ട്രൈ യുവർ സെൽഫ് again and again. ഒന്ന് രണ്ട് തവണ ചെയ്ത് നോക്കുക. നല്ല ക്വസ്റ്റ്യൻ ആണ്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 22. Mr. Prashant, aged 35 years, in an Australian citizen, who is settled in Australia, visit India for 125 days in every financial year. Since past 11 years. കഴിഞ്ഞ 11 വർഷമായിട്ട് അയാൾ എല്ലാ വർഷവും 125 ദിവസം ഇന്ത്യയിൽ ഇങ്ങനെ വരും. ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണെങ്കിൽ ഇന്ത്യയിൽ വരും. ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ 24-25, he visited India for a total period of 200 days. ഇയാൾ 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ ടോട്ടലി 200 ദിവസം ഇന്ത്യയിൽ എന്ത് ചെയ്തു, സ്റ്റേ ചെയ്തു, വിസിറ്റ് ചെയ്തു. അപ്പം ഇത് എല്ലാ വർഷവും 125 ദിവസമാണ്, പക്ഷേ ഇന്ത്യയിൽ ആ പീരീഡ് മാത്രം 2024-25 200 ദിവസം വന്നു. The purpose of his visit was to meet his family members who are settled in India and also for managing his family members who are settled in India, also managing his business in Sri Lanka through his office in Chennai. അല്ല, പർപ്പസ് ഓഫ് വിസിറ്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് കാണാം, അതുപോലെ ഒരു ബിസിനസ് ശ്രീലങ്കയിൽ ഉണ്ട് ഒന്ന് മാനേജ് ചെയ്യുക. അതിൻ്റെ ഓഫീസ് ചെന്നൈയിലാണുള്ളത്. താഴെ പറഞ്ഞ ABCD 4 ഇൻകം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ ഡിറ്റർമൈൻ ചെയ്യേണ്ടത്? ഫൈൻഡ് ഔട്ട് ദി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഡിറ്റർമൈൻ ദി ടോട്ടൽ ഇൻകം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുക, അതേപോലെ ടോട്ടൽ ഇൻകം എത്രയെന്നുള്ളത് എന്ത് ചെയ്യുക, കമ്പ്യൂട്ട് ചെയ്യാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ 2 കണ്ടീഷൻ, 182 ഡേയ്സ് ഓർ 60 + 365. ഡെഫിനറ്റ്ലി 182 ഡേയ്സ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്, കാരണം 200 ദിവസം ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് 2024-25. സോ അയാൾ റെസിഡൻ്റ് ആണ്. ഓക്കെ, അടുത്ത ചെക്ക് ചെയ്യേണ്ടത് ROR ആണോ RBNR ആണോ. ROR ആണോ RBNR ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? കഴിഞ്ഞ 10 വർഷത്തിൽ 2 വർഷം പ്രസിഡന്റ് ആയിരിക്കണം. ഡെഫിനറ്റ്ലി ആവും. കഴിഞ്ഞ 11 വർഷമായിട്ട് അയാൾ എന്താ പറയുക 125 ഡേയ്സ് വന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി അയാൾ 10 വർഷത്തിൽ 2 വർഷം പ്രസിഡന്റ് ആയിരിക്കും. കാൽക്കുലേറ്റ് നോക്കിക്കോ, ആയിരിക്കും. രണ്ടാമത്തത്, അയാൾ 7 ഇയേഴ്സിൽ 730 ഡേയ്സ് കൂടെ ഉണ്ടായിരിക്കണം. അതും മാനേജ് ആവും. കാരണം വെച്ചാൽ 11 വർഷത്തിൽ എല്ലാ വർഷവും 125 ദിവസമില്ല. അപ്പോൾ 7 വർഷത്ത് നോക്കുമ്പോൾ 7 × 125 എങ്ങനെയായാലും 730 ഡേയ്സ് ക്രോസ് ചെയ്തു. സോ അതും സാറ്റിസ്ഫൈഡ് ആണ്. സോ മിസ്റ്റർ പ്രശാന്ത് വിൽ ബി ROR. ഐ തിങ്ക് ദിസ് പൊസിഷൻ ഈസ് മാനേജബിൾ. പക്ഷെ ഇത് എഴുതി കൊടുക്കണം കേട്ടോ, ഇതെങ്ങനെ എഴുതിയാൽ പോരാ. ഇറക്കി നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് പറഞ്ഞാണ് അയാൾ ROR ആയിരിക്കും. ഓക്കെ, നമ്മളെ കണ്ടീഷൻ നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. 125 ഡേയ്സ് ഇൻറ്റു 500 ഡേയ്സ്, 60 + 365 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയ അയാൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അതായത് റെസിഡൻ്റ് ആണ് പ്രൂവ് ചെയ്ത്. അടുത്തത് നോൺ റെസിഡൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ 2 ഔട്ട് ഓഫ് 10 പ്രീവിയസ് ഇയർ പ്രൊസീഡിങ് അയാൾ റെസിഡൻ്റ് ആയിരിക്കും. കാരണം എല്ലാ വർഷവും 125 ദിവസം വരുന്നതുകൊണ്ട് തന്നെ എല്ലാ വർഷവും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10 വർഷത്തിൽ 2 വർഷം എങ്ങനെ അയാൾ റെസിഡൻ്റ് ആയിരിക്കും. അതേപോലെ കഴിഞ്ഞ 7 വർഷത്തിൽ 7 × 125 നോക്കുമ്പോൾ മൊത്തം 730 ഡേയ്സ് അയാൾ ഇവിടെ ഉണ്ടതാണ്. സോ ROR ആയിട്ട് ഇയാളെ ട്രീറ്റ് ചെയ്യും. ROR ആണെങ്കിൽ ഓൾ വേൾഡ് ഇൻകം വിൽ ബി ടാക്സബിൾ ഇൻ ഇന്ത്യ. ശരിയല്ലേ? നോക്കാം. ഇൻകം ഫ്രം ബിസിനസ് ഇൻ ഓസ്ട്രേലിയ ടാക്സബിൾ ഇൻ ഇന്ത്യ, ROR ആണ്. ഇൻകം ഫ്രം ബിസിനസ് ഇൻ ശ്രീലങ്ക, ROR ആണ്, ഫുള്ളി ടാക്സബിൾ. ഷോർട്ട് ടൈം ക്യാപിറ്റൽ സെയിൽ ഓഫ് ഷെയർസ് ഓഫ് ഇന്ത്യൻ കമ്പനീസ് ഇൻ ഓസ്ട്രേലിയ ടാക്സബിൾ, കാരണം ഓൾ വേൾഡ് ഇൻകം ഈസ് ടാക്സബിൾ. ഇൻകം ഫ്രം അഗ്രികൾച്ചർ ലാൻഡ് ഇൻ ഓസ്ട്രേലിയ സീഡ് വാൻ ബോട്ട് ടു ഇന്ത്യ 2 lakh യെസ് ടാക്സബിൾ, ഫുള്ളി ഇൻകം ടാക്സബിൾ. കാരണം ഈസ് എ RORന് എല്ലാ ഇൻകം ടാക്സബിൾ ആണ്. മനസ്സിലായോ? സോ മൊത്തം ഇൻകം ടാക്സബിൾ. ഓക്കെ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന് അത്രയും റെലവൻസ് ഉണ്ട്. മനസ്സിലായോ? Okay, that's all. Now last question, moving to 11 questions we complete, and last question number 28. After this question, tata bye bye. Question number 28. It's a long question, right? Yes, വായിച്ചോക്കാം. മിസ്റ്റർ മദൻ, എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആൻഡ് കർത്ത ഓഫ് എൻ HUF. ഓക്കെ, ഇയാൾ ഒരു ഇന്ത്യൻ സിറ്റിസണാണ്, ഒരു HUFന്റെ കർത്തയാണ്. ഈസ് എംപ്ലോയ്ഡ് ഇൻ മിസ് PCS പ്രൈവറ്റ് ലിമിറ്റഡ്. ഈസ് ഡ്രോയിങ് മന്ത്ലി സാലറി ഓഫ് 65,500 ഇൻ ഇന്ത്യ. 65,500 ഇന്ത്യയിൽ അയാൾ സാലറി വാങ്ങുന്നുണ്ട്. ഓൺ June 1, 2024, ഹി പർച്ചേസ് വൺ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഇൻ മുംബൈ ഫോർ 18 lakh. ഒരു ഹൗസ് പ്രോപ്പർട്ടി ഇയാൾ വാങ്ങി 18 ലക്ഷത്തിന്. ഇൻ ഹിസ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റി. HUFന്റെ പേരിലല്ല, ഇയാളുടെ പേരിൽ. ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദി പ്രോപ്പർട്ടി ഈസ് 32 lakh ആൻഡ് വാല്യൂ ഓഫ് പർപ്പസ് ഓഫ് ചാർജിങ് സ്റ്റാമ്പ് ഡ്യൂട്ടി ഈസ് 23 lakh. അവിടെ ഒരു ഹിഡൻ പ്രശ്നമുണ്ട്. അതായത് ഇയാൾ വാങ്ങിയത് 18 ലക്ഷത്തിനാണ്. ആ വാങ്ങിയ പ്രോപ്പർട്ടിയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി 23 ലക്ഷം. ദർ ഇസ് എ പ്രശ്നം ഹിയർ. എന്താണ് പ്രശ്നം? നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ പഠിക്കും അത് പിന്നീട്. അതായത് ഇയാൾ വാങ്ങിയ ശരിക്കും ഭയങ്കര ലാഭത്തിനല്ലേ. 23 ലക്ഷം സ്റ്റാമ്പ് ഡ്യൂട്ടി വരുന്ന, സ്റ്റാമ്പ് വാല്യൂ വരുന്ന ഒരു സാധനം ഇയാൾ 18 ലക്ഷത്തിന് വാങ്ങി. 5 ലക്ഷം ഇയാൾക്ക് ലാഭം. അപ്പോൾ ഇതൊരു പ്രൊവിഷൻ വരുന്നുണ്ട്, നമ്മളെ ക്യാപിറ്റൽ ഗെയിനിൽ IFOയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻ. അതായത് നമ്മൾ ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുമ്പോൾ ആ പ്രോപ്പർട്ടിയുടെ സ്റ്റാമ്പ്, അതായത് പ്രോപ്പർട്ടിയുടെ കൺസിഡറേഷൻ്റെ 10% കൂടുതലാണ് സ്റ്റാമ്പ് വാല്യൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാമ്പ് വാല്യൂയും കൺസിഡറേഷനും തമ്മിലുള്ള ഡിഫറൻസ് വിൽ ബി ടാക്സബിൾ ആസ് IFOS. ഒന്നുകൂടി പറയാം. ഇവിടെ കൺസിഡറേഷൻ എത്രയാണ്? 18 lakh. കൺസിഡറേഷൻ അല്ല, പെയ്ഡ് എമൗണ്ട് 18 lakh കൺസിഡറേഷൻ എന്ന് പറയാം. സ്റ്റാമ്പ് വാല്യൂ 23 lakh. സോ കൺസിഡറേഷനെക്കാട്ടി കൂടുതലാണ് സ്റ്റാമ്പ് വാല്യൂ. ഓക്കെ, അങ്ങനെ സ്റ്റാമ്പ് വാല്യൂവിന് കുറവാണ് കൺസിഡറേഷൻ.
അങ്ങനെ നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ കൺസിഡറേഷന്റെ 10% കൂടുതലാണ് സ്റ്റാമ്പ് വാല്യൂ എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കൺസിഡറേഷൻ 18 ലക്ഷമാണ്, അതിന്റെ 10% തന്നെ 1.50, അതായത് 18 ലാക്ക് പ്ലസ് 1.50 ദാറ്റ് ഈസ് ഇക്വൽ ടു 19,80,000 മുകളിലാണ് സ്റ്റാമ്പ് വാല്യൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാമ്പ് വാല്യൂയും കൺസിഡറേഷനും തമ്മിലുള്ള ഡിഫറൻസ്, ദാറ്റ് മീൻസ് വി ഹാവ് എ ബെനിഫിറ്റ് ദർ. 18 ലാക്കിന് നമുക്ക് കിട്ടുന്ന 23 ലാക്കിന്റെ ആ 5 ലാക്ക് വിൽ ബി ടാക്സബിൾ ആസ് IFOS. ഓക്കെ, ദിസ് പ്രൊവിഷൻ വിൽ ലേണിംഗ് എവിടെ, നമ്മളെ IFOS നമ്മൾ പഠിക്കും. ഓക്കെ, സോ ഇവിടെ 5 ലാക്ക് ഒരു ഇൻകം വരുന്നുണ്ട്, അതിനാണ് ഈ പോയിന്റ്. ഇത് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ എവിടെയും പറയുന്നില്ല, നമ്മളിത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവണം നമുക്ക്. അതാണ് ഇതിന്റെ പ്രശ്നം. അത് വായിച്ചു നോക്കി നമുക്ക് ഇങ്ങനെ ഒരു ഹിഡൻ പോയിന്റ് ഉണ്ട്, ഇത് ഇങ്ങനെ ഒരു ഹിഡൻ ഇൻകം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം, അല്ലെങ്കിൽ ഫുള്ള് തെറ്റി മാർക്ക് കംപ്ലീറ്റ്ലി കുറേ പോകും. ഓക്കെ, on August 31st, 2024, he was transferred to branch office of PCS Limited in USA and left India on September 1st, 2024. അയാൾ ഓഗസ്റ്റ് 31-ന് ട്രാൻസ്ഫർ ചെയ്ത് USA വിട്ട് അയാൾ ഇന്ത്യയിൽ നിന്ന് പോയി. സെപ്റ്റംബർ 1-നാണ് ഇന്ത്യയിൽ നിന്ന് പോയത്. അത് എംപ്ലോയ്മെന്റ് പർപ്പസിനല്ലേ. ഓക്കെ, ദ ഓവർസീസ് ബ്രാഞ്ച് പെയ്ഡ് ഹിം എ സാലറി ഓഫ് $2,500 പെർ മന്ത് ഇൻ USA. ഡോളർ ഈ 2,500 പെർ മന്ത് വെച്ച് USA പേ ചെയ്യുന്നുണ്ട്. ഈ മാനേജർ ബിസിനസ് ഓഫ് HUF ഫ്രം USA വെൻ ഹി ഹാസ് ഔട്ട് ഇൻ ഇന്ത്യ. അയാൾ ഇന്ത്യയിൽ ഇല്ലാത്ത സമയത്ത് HUF മാനേജ് ചെയ്തത് പുറത്തുനിന്നാണ്. He had also gone out of India for 99 days and 201 days in previous year 2023-24 and 22-23 respectively. He never gone out of India prior to that. അയാൾ 2023-24 ഒരു 99 ദിവസം മാറി നിന്നിട്ടുണ്ട്, 22-23 ഒരു 201 ദിവസം മാറി നിന്നിട്ടുണ്ട്. അതിന് മുമ്പ് ഇയാൾ ഇന്ത്യയിൽ നിന്ന് വിട്ടു പോയിട്ടേ ഇല്ല. ഈ പോയിന്റിന് റെലവൻസ് ഉണ്ട് വേറൊരു സ്ഥലത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം. ഓക്കെ, യെസ്. പിന്നെ ഹി വിസിറ്റഡ് ഇന്ത്യ ഫ്രം ജാനുവരി 1, 2025 ടു ജനുവരി 15, 2025 ഫോർ ട്രെയിനിങ് ഓൺ എ പ്രൊജക്ട് ആൻഡ് റിസീവ്ഡ് 15 days സാലറി ഇൻ ഇന്ത്യ ആസ് പെർ ഹിസ് ഇന്ത്യൻ മന്ത്ലി സാലറി ബിഫോർ ബീങ് ട്രാൻസ്ഫർഡ്. അയാൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അയാൾ പോയില്ലോ, ഓഗസ്റ്റിൽ പോയി, ജനുവരി തിരിച്ചു വന്നിട്ട് ഒരു 15 ദിവസം അവിടെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ്ങിൽ എന്ത് ചെയ്തു, ഇയാൾക്ക് ഇന്ത്യയിൽ സാലറി കൊടുത്തിട്ടുണ്ട് 15 ദിവസത്തെ കണക്കാക്കിയിട്ട്. ഇന്ത്യൻ്റെ സാലറി എത്രയാണ്, 65,500 അല്ലായിരുന്നു ഇന്ത്യയിൽ കൊടുത്തിരുന്നത്. അപ്പോൾ അത് കണക്കാക്കി 15 ദിവസത്തിനുള്ള സാലറിയും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ രാജീവ്, വൺ ഓഫ് ഹിസ് ഫ്രണ്ട്, ഗിഫ്റ്റഡ് ഹിം എ സ്കൾപ്ചർ ഇൻ ഇന്ത്യ ഓൺ ഓഗസ്റ്റ് 10, 2024. ദ മാർക്കറ്റ് വാല്യൂ ഈസ് 45,100. രാജീവ് അയാളുടെ ഫ്രണ്ട് എടുത്തിട്ടുണ്ട്, ഒരു സ്കൾപ്ചർ ഇയാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 45,100 വാല്യൂ വരുന്ന ഒരു സാധനമാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. ഡിറ്റർമൈൻ ദി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് മിസ്റ്റർ മദൻ ആൻഡ് ഹിസ് HUF. ഒന്ന്, മദന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, HUFന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്. കമ്പ്യൂട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ മദൻ. അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ. അസ്യൂമിങ് ഹി ഓപ്റ്റഡ് ഔട്ട് ഓഫ് ഡിഫോൾട്ട് ടാക്സ് റെജിം ഓപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യാം. ഇവിടെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻകം, ആദ്യം നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കാം. ഇയാൾ പോയതെന്നാ സെപ്റ്റംബർ 1-നാണ് പോയത്, എംപ്ലോയ്മെന്റ് പർപ്പസിനാണ് പോയത്. അപ്പോൾ നമ്മൾ ഏത് കണ്ടീഷൻ മാത്രമേ നോക്കൂ, 182 ഡേയ്സിന്റെ കണ്ടീഷൻ മാത്രമേ നോക്കൂ. നോക്കുമ്പോൾ അയാൾ 182 ഡേയ്സ് ഇവിടെ ഉണ്ടാവില്ല, കാരണം സെപ്റ്റംബർ 1 എന്ന് പറയുമ്പോൾ എത്രയേ ഉള്ളൂ, 169 ഡേയ്സ് മാത്രമേ അയാൾ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. സോ 182 ഡേയ്സ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. സോ വി ക്യാൻ സേ ഈസ് എ നോൺ റെസിഡന്റ്. ഓക്കെ, അയാൾ നോൺ റെസിഡന്റ് ആയിരിക്കും, കാരണം 180 ഡേയ്സിന്റെ കണ്ടീഷൻ മാത്രം നോക്കുക, ലെഫ്റ്റ് ഫോർ എംപ്ലോയ്മെന്റ്. അപ്പോൾ 180 ഡേയ്സ് കണ്ടീഷൻ നോക്കുമ്പോൾ ഹി വിൽ ബി എ നോൺ റെസിഡന്റ്. ഡയറക്ട്ലി പറയാം, അയാൾ നോൺ റെസിഡന്റ് ആയിരിക്കും. ഓക്കെ, ഇനി HUFന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ അതിന്റെ മാനേജ്മെന്റാണ് നോക്കുക. മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അയാൾ മാനേജ് ചെയ്തത് അവിടെ 2 സ്ഥലത്ത് നിന്ന് മാനേജ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ നിന്ന് മാനേജ് ചെയ്തിട്ടുണ്ട്, അമേരിക്കയിൽ നിന്ന് മാനേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വി ക്യാൻ അസ്യൂം ദാറ്റ് എന്താ പറയുക, HUF ഈസ് എ റെസിഡന്റ്, കാരണം രണ്ടൊന്ന് മാനേജ് ചെയ്തതുകൊണ്ട് ഇന്ത്യയിൽ മാനേജ്മെന്റ് വന്നിട്ടുണ്ടല്ലോ. സോ HUF റെസിഡന്റ് ആണെന്ന് പറയാം. അടുത്ത ചോദ്യം, HUF റെസിഡന്റ് ആണെങ്കിൽ HUF ROR ആണോ RBNR ആണോ? അങ്ങനൊരു സാധനമുണ്ട്. നമ്മൾ നോട്ടിൽ അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. HUF ROR ആണോ RBNR ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നത് കറുത്ത ബേസിലാണ്. കറുത്ത ROR ആണെങ്കിൽ HUF ROR, കറുത്ത RBNR ആണെങ്കിൽ HUF RBNR. അപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ടത് അപ്പം ആരുടെ, മദന്റെ ROR ആണോ RBNR ആണോ എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അതായത് മറ്റേ കണ്ടീഷൻ ഇല്ലേ, 10 ഇയേഴ്സിൽ 2 ഇയേഴ്സ് റെസിഡന്റ്, 7 ഇയേഴ്സിൽ 730 ഡേയ്സ് ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഡെഫിനറ്റ്ലി അത് അതിനാണ് ഈ പോയിന്റ് തന്നത്, മനസ്സിലായത്. അല്ലാതെ അത് ആവശ്യമില്ല, അയാൾ നോൺ റെസിഡന്റ് ആണെങ്കിൽ പിന്നെ ഈ പോയിന്റിന്റെ ആവശ്യമില്ലല്ലോ, മനസ്സിലായി. അപ്പം ഈ HUFന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മദന്റെ ഈ ഒരു തന്നത്. അതായത് 2023 കഴിഞ്ഞ പ്രൊസീഡിങ് 2023-24 99 ദിവസമാണ് ആകെ മാറിയത്, 22-23 201 ദിവസമാണ് ആകെ മാറിയത്. സോ ബാക്കി ഡേയ്സ് ഒക്കെ ഇവിടെ ഉണ്ട് അയാൾ. അതിന് മുമ്പ് ഇയാൾ പോയിട്ടേ ഇല്ല എന്ന് പറയുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഹി വിൽ ബി എൻ ROR. ഫോർ പർപ്പസ് ഓഫ് ചെക്കിങ് HUFന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊസീഡിങ് ഇയേഴ്സ് ഒക്കെ നോക്കുമ്പോൾ അയാൾ എന്തായിരിക്കും, ROR ആയിരിക്കും. അതായത് പ്രൊസീഡിങ് 10 ഇയേഴ്സിൽ 2 വർഷം റെസിഡന്റ് ആണോ, ഡെഫിനറ്റ്ലി ആയിരിക്കും. അയാൾ മുമ്പ് ഓടി പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പ്രൊസീഡിങ് 7 ഇയേഴ്സിൽ 730 ഡേയ്സ് ഇവിടെ ഉണ്ടോ, അതും ഡെഫിനറ്റ്ലി ആയിരിക്കും. അയാൾ മുമ്പ് ഓടി പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. സോ HUFന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുമ്പോൾ RORും മദന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പ്രീവിയസ് ഇയറിൽ നോക്കുമ്പോൾ നോൺ റെസിഡന്റും ആയിരിക്കും. ഓക്കെ, ഈ പ്രൊവിഷൻ അറിയില്ലെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റിൽ മാനേജബിൾ അല്ലാന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് മീ ദിസ് ക്വസ്റ്റ്യൻ, ഐ വിൽ അഗൈൻ എക്സ്പ്ലെയിൻ ടു യു.
ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അഗെയിൻ ഒന്ന് പ്രീവിയസിൽ ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് ഒന്നും കൂടി എന്ത് ചെയ്യുക, വാച്ച് ചെയ്ത് നോക്കുക, കിട്ടും. ഓക്കെ, ഇപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫൈനലൈസ് ചെയ്ത് മദൻ, നോൺ റെസിഡൻറ്റ്, HUF, ROR. നമുക്ക് ഇനി അടുത്ത എന്താ നോക്കണ്ടേ? മദൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്ര നോക്കാം. അപ്പം മദൻ നോൺ റെസിഡൻ്റ് എന്ന് പറഞ്ഞ് വിൽ ബി ഇന്ത്യൻ ഇൻകം ഓൺലി വിൽ ബി ടാക്സബിൾ. ഓക്കെ, ഇന്ത്യയിൽ നിന്ന് കിട്ടിയ സാലറി 65,500. എത്ര മാസം കിട്ടിയേ? ഓഗസ്റ്റ് 31 വരെയാണ് അയാൾ. അപ്പോൾ 65,500 ഇൻറ്റു 8 മാസം അല്ലേ? ഓഗസ്റ്റ് വരെ 8 മാസം അല്ലേ? 8 മാസം 65,500 ഇൻറ്റു 8 1 സാലറി. അടുത്ത ഇൻകം ഏതാ വരിക? IFOS വരും. സാലറി തന്നെ ഒന്നും കൂടി ഇല്ലേ? 15 ഡേയ്സ് സാലറി ഉണ്ട് അല്ലേ? അപ്പോൾ ഒരുമിച്ച് ചെയ്താൽ അപ്പോൾ 15 ഡേയ്സ് സാലറി എന്ന് പറയുമ്പോൾ 65,500 ഇൻറ്റു 15/31. ഓക്കെ, അങ്ങനെയും പറയാം. ഓക്കെ, 15/30. അപ്പോൾ 2 സാലറി നമുക്ക് ഇൻകം കോമ്പിനേഷൻ എടുക്കാം. ഇതാ സാലറിയിൽ 65,500 ഇൻറ്റു 5 ഓഗസ്റ്റ് വരെ, പിന്നെ ഒരു 15 ദിവസത്തെ സാലറി, മൊത്തം സാലറി 3,59,194. അതിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 കുറച്ച്, കാരണം ഇവിടെ 115 BSc അല്ല എന്ന് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ത് ചെയ്ത് 50,000 കുറച്ച്. ഓക്കെ, അത് കുറച്ച്. പിന്നെ നമ്മളെ USA എന്നുള്ള സാലറി അല്ല, കാരണം നോൺ റെസിഡൻ്റ് ആണ്, ഫോറിൻ ഇൻകം ടാക്സിബിൾ ആവില്ല. IFOS നിന്ന് 5 ലക്ഷം കിട്ടി. ഈ 5 ലക്ഷം എങ്ങനെ വന്നത്? അതാ ഞാൻ പറഞ്ഞത്. 18 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷം, 18ന് 23ന് ഡിഫറൻസ്. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്. ഓക്കെ, ഇതിനേക്കാളും 10% കൂടുതലാണ് ഇത് സ്റ്റാമ്പ് വാല്യൂ. അതുകൊണ്ട് തന്നെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് വിൽ ബി ടാക്സബിൾ ആസ് IFOS. ഇങ്ങനൊരു പ്രൊവിഷൻ ഉണ്ട്. പിന്നെ ഗിഫ്റ്റ് ടാക്സബിൾ ആവില്ല, കാരണം ഗിഫ്റ്റിന്റെ വാല്യൂ 43,000 ഉള്ളൂ അല്ലേ? 50,000 താഴെയാണ്. സോ അതും ടാക്സബിൾ ആവില്ല. സോ ഗ്രോസ് ടോട്ടൽ ഇൻകം നോക്കുമ്പോൾ 8,09,940. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. കുറേ കാര്യങ്ങൾ വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, സോ ഇതിലുള്ള കമ്പൈലടുത്ത് എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് നോക്കുക. ബാക്കി നമ്മളിപ്പോൾ ഏകദേശം 12 ക്വസ്റ്റ്യൻ ചെയ്ത്, 12 ഇമ്പോർട്ടൻ്റ് ആൻഡ് എക്സാം ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത്. സോ ബാലൻസ് ഒരു 13 to 15 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു 13 to 15 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിലൊരു നല്ല ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു 9 ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ സിമ്പിൾ നമ്മൾ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യനും, ബാക്കിയൊക്കെ ചെയ്ത ടൈപ്പ് തന്നെയാണ് ഞാൻ നോക്കിയാൽ. എന്നാലും ചില കുറച്ച് ലെങ്ത് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ചെയ്ത് പോയിക്കൊണ്ട്. ആൻഡ് MCQക്കും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുക. MCQ നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഏകദേശം ഒരു കുറച്ച് MCQ ഉണ്ട് ഇതിൽ. അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന MCQs ഉണ്ട്. നല്ല ക്വസ്റ്റ്യൻസ് ഒരു 10 MCQs ഉണ്ട്. ഓക്കെ, സോ ഈ MCQs മസ്റ്റായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. MCQസിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. MCQ ഞാൻ ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ചെയ്ത് വെറുതെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ വെറുതെ സമയം അത്രയും കളയണ്ടല്ലോ. നമ്മൾ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പ്ലീസ് ഗീവ് യുവർ ഫീഡ്ബാക്ക്. ഐ റിയലി നീഡ് ഇറ്റ്. കമൻ്റ് ആയിട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഫീഡ്ബാക്ക് ഒരാവശ്യം എൻഗേജിങ് ആയിട്ട് നിങ്ങൾ കമൻറ്റ്സ് പറയുമ്പോഴാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തോന്നുന്നത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി ആയിട്ടുള്ള റെമ്യൂണറേഷൻ അല്ല. ഇറ്റ്സ് അബൌട്ട് ഫീലിങ്സ്. 8943081450. This is my number. You can contact me for any help related to exam, related to studies. Okay, or any for personal issues. ഫീഡ്ബാക്ക് എന്തെങ്കിലും അറിയിക്കുക. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് എനിക്ക് ഭയങ്കര ഒരു ഉന്മാദമാണ്, ആവേശമാണ്, എല്ലാമാണ്. ഓക്കെ, സോ സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ വിത്ത് സാലറി. നമ്മൾ സാലറിയുടെ പ്രൊവിഷനാണ് അടുത്ത വീഡിയോ. അത് കഴിഞ്ഞ് സാലറിയുടെ ക്വസ്റ്റ്യൻ. അങ്ങനെ നമ്മളിങ്ങനെ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാം ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്കെല്ലാം നല്ലപോലെ ചെയ്യാൻ പറ്റട്ടെ. ബൈ, സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.